എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ തുടർന്ന് വരുന്ന മലയാളം വെബിനാറിന്റെ 1849 ദിവസമാണ്. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്ക് ഒരു ക്ലാസ് ആണ്. ഇന്ന് നമ്മുടെ ഗസ്റ്റായി ക്ലാസ് എടുക്കുവാനായി എത്തുന്നത് ഡോക്ടർ ശ്രീലേഖ BHMS. ഡോക്ടർ പാലക്കാട് നിന്നാണ് ക്ലാസ് എടുക്കുവാനായി എത്തുന്നത്. ഡോക്ടർ രാമകൃഷ്ണൻ സാറിന്റെ ശിഷ്യ കൂടിയാണ് ഡോക്ടർ ശ്രീലേഖ. ഇന്നത്തെ ശ്രീലേഖ ഡോക്ടറുടെ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാനീയരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ പാലക്കാട് നിന്നും നമുക്ക് നല്ലൊരു പല ക്ലാസ്സുകളായി തുറന്നു വരികയാണ് ശ്രീലേഖ ഡോക്ടറുടെ ക്ലാസ്. അക്യൂട്ട് ഡിസീസും അവയുടെ മാനേജ്മെന്റും ഹോമിയോപ്പതിയിലൂടെ എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസിന്റെ വിഷയം. നല്ലൊരു ക്ലാസ് പ്രതീക്ഷിച്ചുകൊണ്ട് യുവതലമുറയിൽ നിന്നും വളരെ നല്ല രീതിയിൽ ക്ലാസ്സുകൾ എടുക്കുവാനായി മുന്നോട്ട് വരുവാൻ മനസ്സ് കാണിച്ച ഡോക്ടർ ശ്രീലേഖയെ വളരെ സ്നേഹപൂർവ്വവും സന്തോഷപൂർവ്വവും ഇന്നത്തെ സെഷനിലേക്ക് ക്ഷണിക്കുകയാണ്. കൂടാതെ നമുക്ക് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥനയോട് കൂടി നമുക്ക് ഇന്നത്തെ സെഷൻ ആരംഭിക്കാം. നന്ദി. ഡോക്ടറെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ എടുക്കാൻ പോകുന്ന ടോപ്പിക് അക്യൂട്ട് ഡിസീസ് ആൻഡ് ഇറ്റ്സ് ഹോമിയോപ്പതിക് മാനേജ്മെന്റ് ആണ്. ഒരുപാട് ഡോക്ടേഴ്സ് പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അക്യൂട്ട് ഡിസീസ് മാനേജ്മെന്റിനെ കുറിച്ച് പറയാവോ? കാരണം ക്ലിനിക്കിൽ ഒരുപാട് കേസസ് നമുക്ക് വരുന്നത് അക്യൂട്ട് ഡിസീസ് നമുക്ക് പലതും വരാം. പിന്നെ അത് മാനേജ് ചെയ്യാൻ ചിലപ്പോൾ കുറച്ച് ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ ഒന്ന് ബുദ്ധിമുട്ടും തോന്നാം. അപ്പം എല്ലാവർക്കും ഇപ്പോൾ പഠിച്ചിറങ്ങുന്ന ജൂനിയർ ഡോക്ടേഴ്സ് എന്നെ പോലുള്ളവർക്കാണെങ്കിലും അക്യൂട്ട് ഡിസീസ് മാനേജ്മെന്റ് ചിലപ്പോൾ ഇത്തിരി ടഫായി തോന്നാം. അപ്പൊ അതുകൊണ്ട് അതൊന്ന് എക്സ്പീരിയൻസ് എന്താ വെച്ചാൽ പറയാവോ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ധനേഷ് ഡോക്ടറിനെ വിളിച്ചു. അപ്പോൾ കാരണം എന്താ വെച്ചാൽ ഒരു വാസ്റ്റ് ടോപ്പിക്കാണ് അക്യൂട്ട് ഡിസീസ് എന്ന് പറയുന്നത്. നമുക്കൊരിക്കലും ഒരു ക്ലാസ് കൊണ്ട് നമുക്കിത് തീർക്കാൻ പറ്റില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു പല സെഷൻസ് ആയിട്ട് നമുക്കിത് കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇത് ഫസ്റ്റ് സെഷനാണ് അക്യൂട്ട് ഡിസീസ് ആൻഡ് ഇറ്റ്സ് ഹോമിയോപ്പതിക് മാനേജ്മെന്റിന്റെ. ഇതിൽ പറയുമ്പോൾ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് ഫീവറാണ് പറയാൻ പോകുന്നത്. നമ്മൾ ക്ലിനിക്കിൽ എന്താണോ കൊടുക്കുന്നത് അത് സത്യസന്ധമായിട്ട് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾക്ക് കൊടുത്ത റിസൾട്ട്, ഇപ്പം ഞാനാണെങ്കിലും രാംസാറാണെങ്കിലും നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് കൊടുത്തിട്ട് നമുക്ക് വളരെ കോൺഫിഡൻസ് ആയിട്ട് കൊടുക്കുന്ന പ്രിസ്ക്രിപ്ഷൻസും റിസൾട്ട് കിട്ടിയിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻസും ആണ് ഇന്ന് ആഡ് ചെയ്യുന്നത്. ഈവൻ ഫീവർ പോലും ഇന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. പക്ഷെ ഇന്ന് ആ ടൈം ലിമിറ്റ് വെച്ച് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്ന അത്രയും പറയാം. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിലോട്ട് കണ്ടിന്യൂ ചെയ്യാം. പിന്നെ നമ്മൾ ഫോളോ ചെയ്യുന്ന ഇതാണ് ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. പലർക്കും അത് ഡിഫറെൻ്റ് ആയിരിക്കാം, പലരും ഫോളോ ചെയ്യുന്ന മെത്തേഡ് ഡിഫറെൻ്റ് ആയിരിക്കാം. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ഇത് ഓക്കെ ആയിട്ട് തോന്നുകയാണെങ്കിൽ അത് ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെത്തേഡ് ഫോളോ ചെയ്യുന്നതുകൊണ്ടും കുഴപ്പമില്ല. പിന്നെ എല്ലാ ഫീവറും ഒരുപോലെ അല്ല ഒരിക്കലും. ഇപ്പൊ എനിക്ക് തന്നെ പലതവണ ഫീവേഴ്സ് വരുമ്പോൾ അത് പലതും മാറും. ഇപ്പൊ ഒരു വീട്ടിൽ തന്നെ 4 പേരുണ്ടെങ്കിലും 4 പേരുടെയും ഫീവർ വ്യത്യാസമായിരിക്കും. അപ്പൊ എല്ലാത്തിനും ഒരേ മെഡിസിൻ അല്ല, സിംറ്റം മാറുമ്പോൾ നമുക്ക് അതിന്റെ മെഡിസിൻസ് മാറും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പോയിന്റ്സ് ആണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ഇന്ന് ഞാൻ ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇന്നത്തെ സെഷൻ നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം പ്രൊട്രാക്റ്റഡ് ഫീവേഴ്സ് ആണ് പറയാൻ വേണ്ടി പോകുന്നത്. പ്രൊട്രാക്റ്റഡ് ഫീവേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം എന്നിട്ടും പനി നീണ്ടു നിൽക്കുക, അതിനെയാണ് നമ്മൾ പ്രൊട്രാക്റ്റഡ് ഫീവേഴ്സ് എന്ന് പറയാം. ദാറ്റ് ഈസ് അബ്നോർമൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ അബ്നോർമൽ കണ്ടിന്യൂഷൻ ഓഫ് ടെമ്പറേച്ചർ. അതാണ് നമ്മൾ പ്രൊട്രാക്റ്റഡ് ഫീവേഴ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ സാധാരണ നമ്മൾ പനി വരുന്നു 2 ദിവസം മരുന്ന് കഴിക്കുന്നു, മാറുന്നു. പക്ഷെ അല്ല, ആ ടെമ്പറേച്ചർ അതേപോലെ കണ്ടിന്യൂ ചെയ്യാണ്. കണ്ടിന്യൂഡ് റൈസ് ഓഫ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ അബ്നോർമൽ റൈസ് ഓഫ് ടെമ്പറേച്ചർ, അതിനാണ് നമ്മൾ പ്രൊട്രാക്റ്റഡ് ഫീവേഴ്സ്, നീണ്ടു നിൽക്കുന്ന പനി, അതാണ് മലയാളത്തിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മെഡിസിൻ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു, സിംറ്റംസ് ഒക്കെ നോക്കി നമ്മൾ ചിലപ്പോൾ സ്യൂട്ടബിൾ റെമഡി ആയിരിക്കും കൊടുക്കുക, വളരെ കോൺഫിഡൻസ് ആയിട്ടായിരിക്കും നമ്മൾ കൊടുക്കുക. പക്ഷെ എന്നാൽ പോലും നമുക്ക് ആ റിസൾട്ട് കിട്ടണമെന്നില്ല. ഒരു 2 ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ പേഷ്യന്റ് വന്ന് പറയും ഡോക്ടറെ മാറിയില്ല, അതേപോലെ തന്നെ നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതാണ് ആദ്യത്തെ ടോപ്പിക് തന്നെ പറയുന്നത്, പ്രൊട്രാക്റ്റഡ് ഫീവേഴ്സ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആദ്യം കൊടുക്കുക കാൽമിയ മദർ ടിഞ്ചർ ആണ് കൊടുക്കുക. കാൽമിയ മദർ ടിഞ്ചർ ഇപ്പോൾ ഓരോരുത്തർക്കും ഡോസ് മാറും. ഇപ്പോൾ ഒരു അഡൽട്ട് ഒക്കെയാണ്, ഇപ്പോൾ നമ്മളെ പോലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരു 10 ഡ്രോപ്സ് വെച്ചിട്ട് 4 നേരം കഴിക്കാൻ പറയും.
സെലക്ടഡ് റെമഡീസ് കൊടുക്കും. അതിന്റെ കൂടെ ഈ കാൽമിയ മദർ ടിഞ്ചർ ഒരു ഗ്ലാസ് ഒരു ഹോട്ട് വാട്ടറിൽ കഴിക്കാൻ വേണ്ടി പറയും. 10 തുള്ളി വെച്ചിട്ട് 4 നേരം. ഇത് പക്ഷെ 2 ദിവസത്തേക്കേ കൊടുക്കുള്ളൂ. 2 ദിവസം കഴിഞ്ഞിട്ടും ഈ പനി ഇതേപോലെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ പിന്നെ നമ്മൾ അവരുടെ വേറെ ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യാൻ വേണ്ടി പറയണം. ഇതിപ്പോ 2 ദിവസം നമ്മൾ സിമിലിമം കൊടുത്തു എന്നിട്ട് മാറിയില്ല. ആ സമയത്താണ് 2 ദിവസത്തേക്കേ കൊടുക്കുള്ളൂ. 4 നേരം വെച്ച് കഴിച്ച് 2 ദിവസം കഴിഞ്ഞിട്ട് പറയാൻ വേണ്ടി പറയും. അങ്ങനെ ഇപ്പൊ വളരെ ചെറിയ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു 3 ഡ്രോപ്സ് ഒക്കെ ആയിരിക്കും കൊടുക്കുക, അല്ലെങ്കിൽ 5 ഡ്രോപ്പ് കൊടുക്കും 4 നേരം വെച്ചിട്ട്. ഇനി വളരെ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു 30 ml സ്റ്റോപ്പർ ബോട്ടിലിൽ ഒരു 3/4 വെള്ളം ഡിസ്റ്റിൽഡ് വാട്ടർ എടുത്തിട്ട് അതിലൊരു 3 to 5 ഡ്രോപ്സ് ഒറ്റിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഷെയ്ക്ക് ചെയ്യുക. എന്നിട്ട് ഒരു 3 ഡ്രോപ്സ് ജസ്റ്റ് ഇങ്ങനെ ചുണ്ട് താഴ്ത്തിയിട്ട് ഒരു 3 ഡ്രോപ്സ് ഒറ്റിച്ചു കൊടുക്കാൻ വേണ്ടി പറയും. അങ്ങനെയാണ് ചെയ്യാറ്. ആദ്യം അതിലപ്പോൾ കാൽമിയാണ് കൊടുക്കുക. നെക്സ്റ്റ് മെഡിസിൻ വരുന്നതാണ് മില്ലിഫോളിയം. മില്ലിഫോളിയം പറഞ്ഞാൽ കണ്ടിന്യൂഡ് റൈസ് ഓഫ് ടെമ്പറേച്ചർ ആണ്. ഇപ്പൊ ചിലപ്പോൾ നമുക്ക് പനി വരും, ഓക്കെ, കുറച്ച് കുറയും, പിന്നെ അത് കഴിഞ്ഞ് കൂടും, പിന്നെ കുറയുന്ന പോലെ തോന്നും, പിന്നെ കൂടും, അങ്ങനെ വരും. പക്ഷെ ചില പനി അങ്ങനെയല്ല. തുടങ്ങുമ്പോൾ എത്ര ടെമ്പറേച്ചർ ഉണ്ടായിരുന്നോ അതേപോലെ ആയിരിക്കും, ഒരു കുറവും നമുക്ക് തോന്നില്ല. കണ്ടിന്യൂഡ് റൈസ് ഓഫ് ടെമ്പറേച്ചർ, അതാണ് മില്ലിഫോളിയം. മില്ലിഫോളിയം മദർ ടിഞ്ചർ അപ്പോൾ ഒരു 5 ഡ്രോപ്സ് ആണ് കൊടുക്കുക ഹോട്ട് വാട്ടറിൽ 4 ടൈംസ് ഡെയിലി. അതും 2 ദിവസത്തേക്കേ കൊടുക്കുള്ളൂ. 4 ടൈംസ് ഡെയിലി കൊടുക്കും. ഇനിയിപ്പോൾ ചിലപ്പോൾ പനി ഉണ്ടാവും, കൂടെ ബ്ലീഡിങ്ങും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഷ്യൂർ ആണ് മില്ലിഫോളിയം തന്നെയാണ് മെഡിസിൻ. നമ്മൾ കാൽമിയ പറഞ്ഞു, നെക്സ്റ്റ് മില്ലിഫോളിയം. ഇനി അടുത്ത മെഡിസിൻ ആണ് സാൽവിയ ഒഫിഷ്യനാലിസ് മദർ ടിഞ്ചർ. സാൽവിയ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് വെരി ഗുഡ് ടു റെഡ്യൂസ് ഫീവർ ഇമീഡിയറ്റ്ലി. പെട്ടെന്ന് പനി കുറയാം. ഇപ്പൊ ചില പേഷ്യൻസ് വന്ന് പറയും ഒന്ന് വേർത്താ മതിയായിരുന്നു എന്ന് പറയും. അവർക്കുള്ള മെഡിസിൻ ആണ് സാൽവിയ ഒഫിഷ്യനാലിസ് എന്ന് പറയുന്നത്. വിയർത്താൽ സമാധാനം കിട്ടും എന്ന് പറയും. അതാണ്, ദാറ്റ് ഈസ് ടു ഇൻഡ്യൂസ് പെർസ്പിരേഷൻ. അതിനാണ് നമ്മൾ സാൽവിയ കൊടുക്കുക. നമ്മൾ സാൽവിയ ഒഫിഷ്യനാലിസ് ബോറിക്ക് വായിക്കുമ്പോൾ അതിൽ ഫസ്റ്റ് പോയിന്റ് തന്നെ എഴുതിയിട്ടുണ്ടാവും കൺട്രോൾസ് എക്സസീവ് സ്വെറ്റിംഗ് എന്ന് പറഞ്ഞിട്ടായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. അത് എക്സസൈസ് സ്വെറ്റിംഗ് കൺട്രോൾ ചെയ്യും വെൻ ഗിവൻ ഇൻ 30th പൊട്ടൻസി. പക്ഷെ ടിഞ്ചർ കൊടുക്കുമ്പോൾ അത് പെർസ്പിരേഷൻ ഇൻഡ്യൂസ് ചെയ്യാണ് ചെയ്യാം. സോ ടിഞ്ചർ കൊടുത്താൽ പെർസ്പിരേഷൻ ഇൻഡ്യൂസ് ചെയ്യും. സോ നമ്മൾ വിയർത്താൽ സമാധാനം കിട്ടുമെന്ന് പറയുമ്പോൾ സാൽവിയ ഒഫിഷ്യനാലിസ് മദർ ടിഞ്ചർ ആണ്. ഒരു 5 ഡ്രോപ്സ് വെച്ചിട്ട് ഒരു ഹോട്ട് വാട്ടറിൽ ഒരു ഗ്ലാസ് ഹോട്ട് വാട്ടറിൽ കഴിക്കാൻ 4 നേരം കഴിക്കാൻ പറയും. 2 ദിവസത്തേക്കാണ് നമ്മൾ കഴിക്കാൻ വേണ്ടി പറയും. അതാണ്, ഇതിപ്പോ സാൽവിയ പറഞ്ഞതുകൊണ്ട് ഞാൻ വേറൊരു മെഡിസിനും കൂടെ ജസ്റ്റ് പറയാണ് റെഫറൻസിന് വേണ്ടിയിട്ട്. അത് ഹൈഗ്രോഫില്ല സ്പൈനോസയാണ്. ഹൈഗ്രോഫില്ല നമ്മൾ വയൽച്ചുള്ളി എന്നൊക്കെ പറയും. അത് നമ്മൾ ജനറലി കൊടുക്കുക ഇഡിമ, ഡ്രോപ്സിയ, അനാസർക്ക കേസസിലൊക്കെയാണ് കൊടുക്കുക. അത് അവിടെ എന്തിനാണ് നമ്മൾ ഹൈഗ്രോഫില്ല കൊടുക്കുന്നത് വെച്ചാൽ ടു ഇൻഡ്യൂസ് സ്വെറ്റ്. അതിനാണ് നമ്മൾ മെയിൻലി സ്വെറ്റും യൂറിനും ഇൻഡ്യൂസ് ചെയ്യാനാണ് നമ്മൾ ഹൈഗ്രോഫില്ല കൊടുക്കുക ആൻഡ് ഡ്രോപ്സിയൊക്കെ ഉള്ള കേസസിൽ. അപ്പൊ അവിടെയും പേഷ്യന്റ് പറയും ഒന്ന് വേർത്താൽ നന്നായിരുന്നു എന്ന് പറയും. ദാറ്റ് ഈസ് വിൽ സേ ദാറ്റ് ഹി ഓർ ഷീ വിൽ ബിക്കം ബെറ്റർ ഇഫ് ഹി ഓർ ഷീ സ്വെറ്റ് ഫ്രീലി. ഒന്ന് വിയർത്താൽ മതിയായിരുന്നു എന്ന് പറയും. ജസ്റ്റ് ഇത് ഇവിടെ പ്രൊട്രാക്റ്റഡ് ഫീവേഴ്സിന്റെ മെഡിസിൻ അല്ല, പക്ഷെ ജസ്റ്റ് സാൽവിയ പറഞ്ഞപ്പോൾ അതേപോലെ സിംറ്റം ഉള്ള ഒരു മെഡിസിൻ ആണ് ഹൈഗ്രോഫില്ല സ്പൈനോസ. അപ്പൊ അതുകൂടെ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ടു ഇൻഡ്യൂസ് യൂറിൻ ആൻഡ് സ്വെറ്റ് ആണ് ഹൈഗ്രോഫില്ല കൊടുക്കുക. അത് വിത്ത് ഫീവർ ആവാം, വിത്തൗട്ട് ഫീവർ ആവാം. അവിടെയും പേഷ്യന്റ് പറയും ഒന്ന് വേർത്താൽ മതിയായിരുന്നു എന്ന്. അതാണ് ഹൈഗ്രോഫില്ലിന്റെ പോയിന്റ്. നെക്സ്റ്റ് ഡ്രോൺ. ഡ്രോൺ എന്ന് പറയുന്നത് ലൂക്കസ് ആസ്പെറ മദർ ടിഞ്ചർ ആണ് ഡ്രോൺ എന്ന് പറയുന്നത്. അതായത് തുമ്പ. നമ്മൾ സാധാരണ തുമ്പ ചെടി ഉണ്ടാവും. ഈ വളരെ പണ്ട് കാലത്തൊക്കെ നമ്മൾ നാട്ടിൻപുറത്തൊക്കെ ഇങ്ങനെ പറയും, വീട്ടിലൊക്കെ പറയും, വളരെ പണ്ട് കാലത്ത് അന്ന് ഹോസ്പിറ്റൽസോ ഒന്നുമില്ല, പാരസെറ്റമോളോ ഒന്നുമില്ല. അപ്പോ ഈ പനി വരുമ്പോൾ അത് ഏത് പനി ആയിക്കോട്ടെ, പ്രൊട്രാക്റ്റഡ് ഫീവർ എന്നില്ല, ഏത് പനി വരുമ്പോഴും ആദ്യം കൊടുക്കുക തുമ്പ കഷായമാണ് കൊടുക്കുക. ആ തുമ്പ ചെടി എടുത്തിട്ട് അതിന്റെ പൂവും മെലിയും എല്ലാം കൂടെ കഷായം വെച്ചിട്ട് തുമ്പ കഷായമാണ് എല്ലാ പനിക്കും കൊടുക്കുക. അത് പ്രൊട്രാക്റ്റഡ് ഫീവർ അല്ല, എല്ലാത്തിനും. അപ്പൊ തുമ്പ വളരെ നല്ലതാണ് ഇതിന്. അതേപോലെ ഇപ്പോ ജസ്റ്റ് ലൂക്കസ് ആസ്പെറ പറഞ്ഞതുകൊണ്ട് ഞാൻ വേറൊന്നുകൂടെ പറയണം. നമ്മൾ ഈ തേള് കടിക്കും, സ്കോർപിയോൺ പോയ്സണിങ്. ഈ തേള് കടിച്ചു കഴിയുമ്പോൾ കൊടുക്കാവുന്ന മെഡിസിൻ ആണ് ലൂക്കസ് ആസ്പെറ മദർ ടിഞ്ചർ. ഇപ്പൊ തേള് കടിച്ചാൽ ആ എക്സ്റ്റേണൽ പാർട്ടിൽ വേണമെങ്കിൽ നമുക്ക് ഈ മദർ ടിഞ്ചർ അപ്ലൈ ചെയ്യാം. അത് മാത്രമല്ല നമുക്ക് ഇന്റേണലി കൊടുക്കാം. ആ സമയത്ത് ഭയങ്കര സ്വെല്ലിങ്ങും ഇടിമയും വേദനയൊക്കെ വരും. അപ്പൊ ഒരുപാട് അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു 5 ഡ്രോപ്സ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു 10 മിനിറ്റ്സ് ഗ്യാപ്പിലൊക്കെ നമുക്ക് കൊടുക്കാം. ആ പേഷ്യന്റ് ആ ഒരു വെപ്രാളം ഉണ്ടാവും തേള് കടിച്ചു കഴിയുമ്പോൾ. ആ വെപ്രാളം ഒന്ന് കുറയുന്ന വരയ്ക്കും 5 ഡ്രോപ്സ് എവറി 10 മിനിറ്റ്സ് നമുക്ക് കൊടുക്കാം.
അത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് നിർത്താം. എന്നിട്ട് ഒരു 3 ടൈംസോ 4 ടൈംസോ കൊടുക്കാം. അങ്ങനെ ഒരു ദിവസം കൊടുത്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറുകയാണെങ്കിൽ പിന്നെ നിർത്താം. പക്ഷെ എക്സ്റ്റേണലി ലൂക്കസ് ആസ്പെര ആണെങ്കിൽ നമുക്കൊരു 3 to 4 ഡേയ്സ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഫീവർ ആണ്. പക്ഷെ അത് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതിനും കൂടെ നല്ലതാണെന്ന് പറഞ്ഞതാണ്. അതാണ് ലൂക്കസ് ആസ്പെര. ഇനി നെക്സ്റ്റ് മെഡിസിൻ ചിന്നിനം മാർസ് ആണ്. ചിന്നിനം മാർസ് 30th പൊട്ടൻസി. അതെന്തിനാ വെച്ചാൽ അതും കണ്ടിന്യൂഡ് ഫീവർ ആണ്. ഫീവർ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും വിത്ത് വീക്ക്നെസ്, സിസ്റ്റം ഡെപ്ലീറ്റഡ്. ബോറിക്കില് ഫീവറിൽ വായിക്കുമ്പോൾ ഇതേ വേർഡ് കിട്ടും, സിസ്റ്റം ഡെപ്ലീറ്റഡ്. അതായത് ഭയങ്കര മെന്റലി ആൻഡ് ഫിസിക്കലി പേഷ്യന്റ് ഭയങ്കര വീക്ക് ആയിരിക്കും, എക്സോസ്റ്റ് ആയിരിക്കും, കണ്ടിന്യൂസ് ഫീവർ ആണ്. അതാണ് ചിന്നിനം മാർസിന്റെ പോയിന്റ്. നെക്സ്റ്റ് മെഡിസിൻ ആണ് ബ്രുസെല്ല മെലിറ്റൻസ്. അതും 30th പൊട്ടൻസിയാണ് നമ്മൾ യൂസ് ചെയ്യാം. അത് നോസോഡാണ്. ആക്ച്വലി നമുക്ക് പുതിയ ബോറിക്കില് ബാക്കിൽ കുറേ നോസോഡ്സ് ആൻഡ് സാർക്കോഡ്സ് പറഞ്ഞിട്ട് ഒരു സെഷൻ തന്നെ ഉണ്ട്. ആ സെക്ഷൻ ഉണ്ട്. അതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുറേ നോസോഡ്സും സാർക്കോഡ്സും ഉണ്ട്. അപ്പൊ അതിലൊന്നാണ് ബ്രുസെല്ല. അതും ഭയങ്കര ആക്ഷൻ ആണ് ഫീവറിന്. അതും ക്രോണിക് ഓർ പ്രൊട്രാക്റ്റഡ് ഓർ കണ്ടിന്യൂസ് ഫീവർ വിത്ത് പ്രൊഫ്യൂസ് സ്വെറ്റ് ഓൺ ലീസ്റ്റ് എക്സേർഷൻ ആൻഡ് അറ്റ് നൈറ്റ്. അതിന് വളരെ വിശേഷമാണ് ബ്രുസെല്ല മെലിറ്റൻസ്. അപ്പൊ ഇത്രയും മെഡിസിൻസ്, ഈ ഒരു 6 മെഡിസിൻസ് ആണ് പ്രൊട്രാക്റ്റഡ് ഫീവേഴ്സിന് ഏറ്റവും നല്ലത്. ഒന്ന് കാൽമിയ മദർ ടിഞ്ചർ, അത് കണ്ടിന്യൂഡ് ഫീവർ ഉള്ളപ്പോൾ കൊടുക്കാം. പിന്നെ മില്ലിഫോളിയം, അതും കണ്ടിന്യൂഡ് റൈസ് ഓഫ് ടെമ്പറേച്ചർ. പിന്നെ സാൽവിയ ഒഫിഷ്യനാലിസ്, ഒന്ന് വേർത്താൽ മതിയായിരുന്നു എന്ന് പറയും. പിന്നെ ഡ്രോൺ അല്ലെങ്കിൽ ലൂക്കസ് ആസ്പെര മദർ ടിഞ്ചർ, പിന്നെ ചിനിനം മാർസ് 30, പിന്നെ ബ്രുസെല്ല മെലിറ്റൻസ് 30. ഈ 6 മെഡിസിൻ ആണ് പ്രൊട്രാക്റ്റഡ് ഫീവേഴ്സിന് ഏറ്റവും നല്ലത്. ഇത് നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ തന്നെയാണ്. നമ്മൾ ഇനീഷ്യലി തന്നെ ഈ മെഡിസിൻസ് കൊടുക്കണം എന്നല്ല പറയണത്. നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള മെഡിസിൻസ് കൊടുക്കുക, പേഷ്യന്റിനുള്ള മെഡിസിൻസ് കൊടുക്കുക. എന്നിട്ട് നമുക്ക് വിത്തിൻ 2 ഡേയ്സ് റിസൾട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഈ മെഡിസിൻസ് കൊടുക്കാം എന്നാണ്. പക്ഷെ ഈ മെഡിസിൻസും നമ്മൾ എപ്പോഴും 2 ദിവസത്തേക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. 2 ദിവസം കഴിഞ്ഞിട്ടും നമുക്ക് ആ പനി വീണ്ടും ഈ പ്രൊട്രാക്റ്റഡ് ഫീവേഴ്സിന്റെ മെഡിസിൻസ് കൊടുത്തിട്ടും കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അടുത്ത ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം നമ്മൾ ചെയ്യണം. അപ്പൊ അതിൽ മദർ ടിഞ്ചർ ഒക്കെ 4 ടൈംസ് ആണ് അഡൽസിന്, കുട്ടികൾക്കാണെങ്കിൽ അങ്ങനെയാണ്. ഇപ്പൊ ചിന്നിനം മാർസ് ഒക്കെയാണ് കൊടുക്കണമെങ്കിൽ അവർലി കൊടുക്കാം. അതേപോലെ ബ്രുസെല്ല ആണെങ്കിലും പൊട്ടൻസി ആയതുകൊണ്ട് നമുക്ക് അവർലി കൊടുക്കാം. അതിൽ തെറ്റില്ല. ഇനി കുറച്ച് ഇമ്പോർട്ടൻറ്റ് മെഡിസിൻസ് ആണ് പറയണത്. നമുക്കൊരു കുട്ടിയോ ആരായിക്കോട്ടെ, നമുക്ക് ക്ലിനിക്കിൽ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ സ്റ്റെത്ത് വെച്ച് നോക്കുന്നു, ഭയങ്കര ടെമ്പറേച്ചർ ആണ്, നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ ഏതൊരു കുട്ടി വന്നാലും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഇപ്പോൾ സാറ് ചെയ്യാണ്ട് സ്റ്റെത്ത് വെച്ച് നോക്കും. എന്നിട്ട് ആ കുട്ടിന്റെ അപ്പർ അബ്ഡമനിൽ ഡോർസം ഓഫ് ദ ഹാൻഡ് ഒന്ന് വെച്ച് നോക്കും. അപ്പോൾ ചില കുട്ടികൾക്ക് അവിടെ ഭയങ്കര ചൂടായിരിക്കും അപ്പർ അബ്ഡമൻ എന്ന് പറയുന്നത്. നമ്മൾ ഈ കൈ എടുത്തു കഴിഞ്ഞാലും ആ റേഡിയേഷൻ നമുക്ക് ആ കയ്യിൽ ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും, അത്ര ചൂടാണ്. അപ്പൊ ആ ചൂട് ഉണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ആ കുട്ടി ചിലപ്പോൾ വീടെത്തുന്നതിന് മുന്നേ ആ കുട്ടിക്ക് ഫിറ്റ്സ് വരാൻ സാധ്യതയുണ്ട്. ഇതിപ്പോ ജൂനിയർ ഡോക്ടേഴ്സും ഇവിടെ ഉണ്ടാവും, അവർക്കും കൂടെ വേണ്ടിയിട്ടാണ്. ഈ എപ്പിലെപ്സിയും ഫിറ്റ്സും എന്ന് പറയുന്നത് വളരെ വ്യത്യാസമാണ്. ഇപ്പൊ പലരും പനി വരുമ്പോൾ ഒരു ചെറിയ ഫിറ്റ്സ് വരുമ്പോൾ പറയും ഓക്കെ ഇത് എപ്പിലെപ്റ്റിക് ആണ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ മെഡിസിൻസ് കഴിക്കാൻ വേണ്ടി തുടങ്ങും. പക്ഷെ അതിൽ കാര്യമില്ല. ഇതെന്തിനാ വെച്ചാൽ ഇപ്പൊ ചിലവർക്ക് നെർവ്സ് ഭയങ്കര വീക്ക് ആയിരിക്കും. അപ്പൊ അവർക്ക് ടെമ്പറേച്ചർ ഒന്ന് കൂടുമ്പോൾ അവരുടെ ബോഡിക്ക് അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോഴാണ് അവർക്ക് ഈ ഫിറ്റ്സ് വരുന്നത്. അപ്പൊ അത് നമ്മൾ എപ്പോഴും മുൻകൂട്ടി മനസ്സിലാക്കണം. ഓക്കെ ഈ കുട്ടിക്ക് വരാൻ സാധ്യതയുണ്ടോ പറഞ്ഞിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക അപ്പർ അബ്ഡമനിൽ കൈവയ്ക്കുമ്പോഴാണ്. ഭയങ്കര ചൂടുണ്ടെങ്കിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യാം. ഇപ്പോ പലരും ഒരുപാട് ഇപ്പൊ നമ്മളുടെ ക്ലിനിക്കിൽ തന്നെ കണ്ടിട്ടുണ്ട്. അപ്പൊ ചില കുട്ടികൾ ഇങ്ങനെ പനി വന്നു, ഫിറ്റ്സ് വന്നു എന്ന് പറയും. പക്ഷെ അവര് വലിയ വലിയ ഹോസ്പിറ്റൽസിലൊക്കെ പോകും, ന്യൂറോളജിസ്റ്റിനെ കാണിക്കും. അപ്പൊ ഒരു കേസ് തന്നെ ഉണ്ട്, വലിയ ഹോസ്പിറ്റൽസിലൊക്കെ പോയി എല്ലാം കഴിച്ചു, കാണിച്ചു, ടെസ്റ്റ് ഒക്കെ ചെയ്തു, EG എടുത്തു, MRI എടുത്തു, ചെറിയ കുട്ടിനെ എല്ലാം ചെയ്തു. എന്നിട്ട് അവർ വാൽപാരൻ എന്ന് പറഞ്ഞ മെഡിസിൻ ആണ് കൊടുത്തത്. അതൊരു 5 ഇയേഴ്സ് അവർ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ 5 ഇയേഴ്സ് കഴിക്കേണ്ട കാര്യമുണ്ടോ ചോദിച്ചാൽ ഇല്ല. കാരണം ആ കുട്ടിക്ക് പനി വരുമ്പോൾ മാത്രമാണ് ഫിറ്റ്സ് വന്നത്, അല്ലാതെ എപ്പിലെപ്റ്റിക് അല്ല. അല്ലാത്ത സമയത്ത് ആ കുട്ടിക്കൊന്നും സീഷേഴ്സോ കൺവൽഷൻസോ ഒന്നും ആ കുട്ടിക്ക് വന്നിട്ടില്ല. പനി വരുമ്പോഴാണ്. പക്ഷെ ഒരു വലിയ വലിയ ഹോസ്പിറ്റൽസിലേക്കാണ്, അലോപ്പതിക് ഹോസ്പിറ്റൽസിലേക്കാണ് പോയിരിക്കുന്നത്. പക്ഷെ ഒരു വാൽപാരൻ കണ്ടിന്യൂ ഡെയിലി 5 ഇയേഴ്സ് കഴിക്കാൻ പറഞ്ഞു. അപ്പൊ അവര് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് കഴിഞ്ഞോണ്ടേ അവർ സാറിന്റെ അടുത്ത് വന്നു. നമ്മളുടെ അടുത്ത് വേറെ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ നമ്മളത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് പിന്നെ നമ്മളുടെ മെഡിസിൻ തന്നെ കൊടുത്തു. ഇപ്പൊ ആ കുട്ടിക്ക് ഒരു കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അപ്പൊ എപ്പോഴും അത് സൂക്ഷിക്കുക. ഇനി പക്ഷെ ഒരു എപ്പിലെപ്സി ആണെങ്കിൽ നമ്മൾ പിന്നെ അത് അവരുടെ ഒപ്പീനിയൻ കൂടെ നമ്മൾ എടുക്കണം. കാരണം എല്ലാ എപ്പിലെപ്സി കേസസും നമുക്ക് ഒരിക്കലും 100% ക്യൂർ ചെയ്യാൻ പറ്റും ഒരിക്കലും ഇല്ല. ഒരുപാട് കേസസ് എപ്പിലെപ്സി കേസസ് ഫെയിലിയർ ആയിട്ടുണ്ട്. കാരണം അതിന് ലോങ് ടേം ട്രീറ്റ്മെന്റ് വേണം.
പിന്നെ മെഡിസിൻസ് മാത്രമല്ല, അല്ലാതെ വേറെ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. ഒരു ലൈഫ് തന്നെ വളരെ ഒരു ചിട്ടയോടുകൂടി ആ ഒരു രീതിയിൽ നമ്മൾ പോയാലേ നമുക്ക് അതിനൊരു ക്യൂർ കിട്ടുള്ളൂ. അപ്പൊ എപ്പിലെപ്സി കേസൊന്നും ഒരിക്കലും 100% എല്ലാം ക്യൂർ ചെയ്യാൻ പറ്റുമെന്ന് സാറും പറയാറില്ല. പലതും ഫെയിൽ ആയിട്ടുണ്ട് എപ്പിലെപ്സി കേസസ്. കാരണം കുറെ കഴിയുമ്പോൾ ചിലപ്പോൾ അവർ നമ്മളെ വിട്ട് പോവാം, അല്ലെങ്കിൽ നമ്മൾ തന്നെ ചിലപ്പോൾ വേറെ ആരെങ്കിലും കാണാൻ പറയും. അങ്ങനെ ചിലപ്പോൾ അവർ അലോപ്പതി മെഡിസിൻസും കഴിക്കുന്നുണ്ടാവും, അതിന്റെ കൂടെ ആയിരിക്കും നമ്മൾ കഴിക്കുക. അങ്ങനെ അപ്പോൾ എപ്പിലെപ്സി ഒരിക്കലും 100% ക്യൂർ ആണെന്ന് പറയുന്നില്ല. പക്ഷെ ഈ ഫെബ്രൈൽ ഫിറ്റ്സ് വരുമ്പോൾ അത് എപ്പിലെപ്സി ആണെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും കൺഫ്യൂസ്ഡ് ആവരുത്. അപ്പോൾ നമ്മൾ അത് അതുപോലെ എടുത്ത് നമുക്ക് അതിനപ്പോൾ പ്രിക്കോഷൻസ് ചെയ്യണം. അപ്പോൾ ഒരു കുട്ടി ഇപ്പോൾ വരികയാണ്, അപ്പർ അബ്ഡമൻ ഭയങ്കര ഹോട്ട് ആയിട്ട് തോന്നുകയാണെങ്കിൽ, ഹോട്ട് അപ്പർ അബ്ഡമൻ എന്ന് പറയുമ്പോൾ അതിന് 3 മെഡിസിൻസ് ആണ് വരും താഴെ അത് വരും. ഒന്ന് സ്ട്രമോണിയം, ഒന്ന് ബെലഡോണ, പിന്നെ ഒന്ന് വെറാട്രം വെറിഡെ. ഇതൊക്കെയാണ് വരിക ഹോട്ട് അപ്പർ അബ്ഡമൻ എന്ന് പറയുന്നത്. ഹോട്ട് അപ്പർ അബ്ഡമൻ സ്ട്രമോണിയും ബെലഡോണയും മാത്രമാണ്. സ്ട്രമോണിയും ബെലഡോണയും വരും. അപ്പൊ നമ്മൾ ആദ്യം ക്ലിനിക്കിൽ എത്തിയ ഉടനെ ആ കുട്ടിക്ക് കൊടുക്കുന്നത് സ്ട്രമോണിയം 30 ആണ് കൊടുക്കുക. വളരെ ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ 1 സ്പൂൺ വെള്ളത്തിൽ സ്ട്രമോണിയം 30 ഡൈല്യൂഷൻ തന്നെ ഒരു ഡ്രോപ്പ് ഒറ്റിച്ചിട്ട് കൊടുക്കും. കുറച്ച് വലിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു പിൽസ് ആയിട്ടായിരിക്കും കൊടുക്കുക. ഒരു 5 ഗുളിക കൊടുക്കും കുട്ടിക്ക്. അങ്ങനെ അത് കൊടുത്ത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കൊടുക്കുന്നതാണ് ട്യൂബർക്കുലം അവെയർ 30th പൊട്ടൻസി. ഇതേപോലെ ഒരു ഡോസ് കൊടുക്കും. പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കൊടുക്കും സ്ട്രെപ്റ്റോകോക്സിനും 6 അല്ലെങ്കിൽ 30 ഒരു പൊട്ടൻസി. ഈ 3 മെഡിസിനും കൊടുക്കും. ക്ലിനിക്കിൽ നിന്ന് തന്നെ കൊടുക്കും, പേഷ്യൻ്റെ അടുത്ത് വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട്. കാരണം അത്രയും കാരണം ഈ കുട്ടിക്ക് നമ്മളിത് കൊടുത്തില്ല, ഓക്കെ നല്ല പനിയുണ്ട്, വീട്ടിൽ പോകുമ്പോൾ ഒന്ന് സൂക്ഷിക്കൂ, വീട്ടിൽ പോയിട്ട് മരുന്ന് കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് കൊടുക്കുമ്പോൾ ചിലപ്പോൾ വീടെത്തുമ്പോഴേക്കും ആ കുട്ടിക്ക് ഫിറ്റ്സ് വരും. അപ്പൊ അത് കണ്ട് പേടിച്ചിട്ട് അവർ കൊണ്ടുപോകുന്നത് വേറെ അലോപ്പതി ഹോസ്പിറ്റൽസിലായിരിക്കും കൊണ്ടുപോകുക. അപ്പൊ അവിടെ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ ചോദിക്കും, അയ്യോ എന്തിനാ പിന്നെ ഹോമിയോ കാണിച്ചതെന്ന് ചോദിക്കും. പിന്നെ ആ കുട്ടി പിന്നെ ഹോമിയോപ്പതി സിസ്റ്റത്തിലോട്ടേ വരില്ല. ഞാൻ ഈ ഡോക്ടറിനെ കാണിച്ചു, അപ്പൊ എനിക്ക് ഫിറ്റ്സ് വന്നു, വേണ്ട എന്ന് പറയും. അപ്പൊ നമ്മളുടെ സിസ്റ്റം തന്നെ അവർ വിട്ടുപോവുക ചെയ്യാം. അപ്പൊ അതുകൊണ്ടാണ് നമ്മളെപ്പോഴും കെയർഫുൾ ആയിട്ടിരുന്ന, ഓക്കെ ഡോക്ടർ ഇത്രയും നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ആ സിസ്റ്റത്തിനോട് തന്നെ ഒരു ബഹുമാനവും തോന്നും. അപ്പൊ അങ്ങനെ വേണം എപ്പോഴും നോക്കണമെങ്കിൽ. അപ്പൊ ആദ്യം തന്നെ സ്ട്രമോണിയം 30 ഒരു ഡോസ് കൊടുക്കുക, ഒരു 5-10 മിനിറ്റോ കഴിഞ്ഞിട്ട് ട്യൂബർക്കുലം അവെയർ കൊടുക്കുക, പിന്നെ ഒരു 5 or 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് സ്ട്രെപ്റ്റോകോക്സിനും കൊടുക്കുക. ട്യൂബർക്കുലം അവെയറിന്റെ പോയിന്റ് ഇതാണ്, ടെമ്പറേച്ചർ റേഞ്ചസ് ബിറ്റ്വീൻ 102 degree Fahrenheit to 104 degree Fahrenheit, ഹൈ ഫീവർ, ബെസ്റ്റ് റെമഡി ഫോർ അക്യൂട്ട് പൾമണറി എഫെക്ഷൻസ്. ഇപ്പോൾ ചിലപ്പോൾ ഈ പനി, ഈ ട്യൂബർക്കുലം അവെയർ ഇങ്ങനെ മാത്രമല്ല, ഇപ്പൊ ചിലപ്പോൾ പനി, കഫക്കെട്ട് ഒരുപാടില്ല എന്നാൽ ലൈറ്റ് ആയിട്ട് ജലദോഷം, അങ്ങനെ ഒരു ചെറിയ എപ്പോഴെങ്കിലും 1-2 ചുമ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ട്യൂബർക്കുലം അവെയർ 30 അവർലി കൊടുക്കാൻ വേണ്ടി പറയും. നോട്ട് ഡ്യൂറിങ് സ്ലീപ്പ്, പക്ഷെ അവർലി നമ്മൾ കൊടുക്കാൻ വേണ്ടി പറയാറുമുണ്ട്, ഇങ്ങനെയും കൊടുക്കാറുണ്ട്. ഇപ്പൊ രാം സാറ് അധികം തെർമോമീറ്റർ വെച്ചിട്ട് കുട്ടിന്റെ എല്ലാ കുട്ടികളുടെയും ടെമ്പറേച്ചർ നോക്കി അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യില്ല. സാററിയാം, തൊട്ട് നോക്കിയാൽ അറിയാം ആ പനി എത്രത്തോളം ഉണ്ട് എന്നറിയാം. ഇപ്പൊ ചില കുട്ടികളെ തൊടുമ്പോൾ ഞാൻ പറഞ്ഞു, ആ റേഡിയേഷൻ എന്തായാലും നമ്മളുടെ കയ്യിലേക്ക് വിട്ടു പോവില്ല, അടിക്കും. അപ്പൊ ഇതൊക്കെ എന്തായാലും സാറ് പറയും, അത് തെർമോമീറ്റർ വെച്ച് നോക്കിയാൽ 104 degree Fahrenheit എന്തായാലും ഉണ്ടാവും എന്ന് പറയും. അപ്പൊ അങ്ങനെ. പിന്നെ സ്ട്രെപ്റ്റോകോക്സിൻ, ഇറ്റ് റാപ്പിഡ്ലി ഡിക്രീസസ് എ ടെമ്പറേച്ചർ, ആന്റി ഫെബ്രൈൽ ആക്ഷൻ. അതാണ് സ്ട്രെപ്റ്റോകോക്സിന്റെ മെയിൻ പോയിന്റ്. ഇതാണ്, ഇത് റാപ്പിഡ്ലി ഡിക്രീസസ് എ ടെമ്പറേച്ചർ എന്നാണ് പറയുന്നത്. പിന്നെ അതേപോലെ ഫീവർ വിത്ത് സെപ്റ്റിസീമിയ ഉണ്ടെങ്കിലും സ്ട്രെപ്റ്റോകോക്സിന് നല്ലതാണ്. നമുക്ക് ക്ലിനിക്കിൽ നിന്നും ഒരു ഡോസ് കൊടുക്കാം, അല്ലാതെ നമുക്ക് പേഷ്യന്റിന്റെ അടുത്ത് വിടുകയും ചെയ്യാം വീട്ടിലോട്ട് അവർലി കഴിക്കാം. കാരണം ഫീവർ വിത്ത് സെപ്റ്റിസീമിയ എന്ന് പറയുമ്പോൾ സ്ട്രെപ്റ്റോകോക്സിന് നല്ലതാണ്, പൈറോജനും നല്ലതാണ്. അതും കൂടെ നോട്ട് ചെയ്യാം. അപ്പൊ ഇതാണ് ഇമ്പോർട്ടന്റ് മെഡിസിൻസ് ആണ്. ഈ 2 മെഡിസിൻസും എപ്പോഴും നമ്മളെ ടേബിളിന്റെ ഫ്രണ്ടിൽ ഉണ്ടാവും. ഞാനാണെങ്കിലും രാംസാർ ആണെങ്കിലും ഒരു കുട്ടി വന്നു, ഇപ്പൊ നമുക്ക് ഒരു നല്ല ഫീവർ ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ആദ്യം കൊടുക്കുന്ന മെഡിസിൻസ് ആണ് ഇത്. നെക്സ്റ്റ് ഇതാണ് ഫിറ്റ്സ് ഓർ കൺവൽഷൻസ് ഡ്യൂറിങ് ഫീവർ. നമ്മൾ പറഞ്ഞു, ഈ ഫീവർ സമയത്ത് ഉണ്ടാവുന്ന ഫിറ്റ്സ് ഒരിക്കലും എപ്പിലെപ്സി അല്ല, കാരണം വീക്ക് ആയതുകൊണ്ടാണ് വരുന്നത്. അപ്പൊ ഇപ്പൊ ചിലപ്പോ നമ്മളിങ്ങനെ സെറ്റ് വെച്ച് നോക്കുമ്പോ തന്നെ കുട്ടി ഇങ്ങനെ ഞെട്ടുന്നുണ്ടാവും, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് അച്ഛനോ അമ്മയോ ഒന്ന് പറയും, വീട്ടിൽ നിന്ന് 2-3 തവണ കുട്ടി ഞെട്ടി എന്ന് പറയും. അപ്പൊ ആ ഞെട്ടല് കാണുമ്പോഴേ നമ്മൾ ആലോചിക്കണം, ഓക്കെ ഇത് ഫെബ്രൈൽ ഫിറ്റ്സ് ആണ്. അപ്പൊ തന്നെ നമ്മൾ സെത്തൊക്കെ അവിടെ വെച്ചിട്ട് ആദ്യം കൊടുക്കുന്ന മെഡിസിൻ ആണ് സ്ട്രമോണിയം 30, ഒരു ഡോസ് കൊടുക്കും. കുട്ടിക്ക് ഫിറ്റ്സ് ഉണ്ട്, നമുക്കത് ആ ഒരു ഞെട്ടല് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ കൊടുക്കുന്നത് ഇതാണ്, സ്ട്രമോണിയം 30 കൊടുക്കുക. പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ആപ്സിന്ത്യം 30 കൊടുക്കുക. പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ബെലഡോണ 30 കൊടുക്കുക. ഇത് മൂന്നും ഒരു 5 or 10 മിനിറ്റ്സ് ഗ്യാപ്പിൽ കൊടുക്കുക.
ഇപ്പോ അങ്ങനെ ഫിറ്റ്സിന്റെ ഇതൊന്നും ഇല്ല. ഇപ്പൊ നോർമൽ പക്ഷെ ഇത്ര ടെമ്പറേച്ചർ കൂടുതലാണെങ്കിലാണ് ഞാൻ പറഞ്ഞത് സ്ട്രെമോണിയം, ട്യൂബർക്കുലം, അവെയർ, കോക്സിൻ ഇങ്ങനെ കൊടുക്കാന്ന്. പക്ഷെ നമുക്ക് ആ ഞെട്ടലുണ്ട്. ഇപ്പൊ ചിലപ്പോൾ വീട്ടിൽ നിന്ന് പാരന്റ്സേ പറയും ഞെട്ടലുണ്ടെന്ന് കണ്ടാൽ ഇതാണ് കൊടുക്കേണ്ടത്. സ്ട്രെമോണിയം, ആബ്സിന്തിയം, ബെലഡോണ. ഒരു 5 or 10 മിനിറ്റ്സ് ഗ്യാപ്പിൽ അത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആ സമയത്ത് ഫീവറിന് നമുക്ക് എന്താണോ മെഡിസിൻ തോന്നുന്നത് അത് കൊടുത്തയക്കുക വീട്ടിലോട്ട്. എന്നിട്ട് അത് കൊടുക്കാൻ വേണ്ടി പറയാ. ഇത് ക്ലിനിക്കിൽ നിന്ന് കൊടുക്കേണ്ടതാണ്. ഇതല്ലാതെ പിന്നെ നമ്മൾ ആ സിംറ്റംസ് ഒക്കെ വെച്ച് നോക്കിയിട്ട് ഓക്കെ എന്താണോ മെഡിസിൻ വരുന്നത് അത് നമ്മൾ കൊടുത്തയക്കുക, വീട്ടിൽ പോയിട്ട് കൊടുക്കാൻ വേണ്ടി പറയാം. പിന്നെ എപ്പോഴും ഫീവർ വരുമ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് മാനേജ്മെന്റും കൂടെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ പനി വന്നു, എല്ലാ ദിവസവും കുളിപ്പിച്ചു, മേല് കഴുകി എന്ന് പറയുമ്പോൾ പനി ഒരിക്കലും മാറില്ല, അത് കൂടുകയേ ചെയ്യുള്ളൂ. അപ്പൊ പനി വരുമ്പോ എപ്പോഴും പറയുക മേല് കഴുകുക, കുളിക്കുക, എണ്ണ തേക്കുക, അതൊന്നും പാടില്ല. ജസ്റ്റ് ഒരു നനഞ്ഞ തുണിയും കൊണ്ടൊന്ന് ഫോമെന്റ് ചെയ്ത് മാത്രം കൊടുക്കാൻ വേണ്ടി പറയാം. അങ്ങനെ ഡെയിലി ഡ്രസ്സ് മാറ്റാം, പക്ഷെ ഒരു നനഞ്ഞ തുണിയും കൊണ്ട് ഫോമെന്റ് ചെയ്താൽ മതി പറയാം. പിന്നെ ഭക്ഷണം വളരെ ലൈറ്റ് ആയിട്ട് കൊടുക്കാൻ പറയാം. ഏറ്റവും നല്ലത് ആവിയിൽ വന്ന ഭക്ഷണങ്ങളൊക്കെയാണ്. ഇഡ്ലി, അപ്പം, നൂലിപ്പുട്ട്, സേവ, ദോശ അല്ലെങ്കിൽ കഞ്ഞി, രസം ചോറ്, മോര് കാച്ചിയ ചോറ്, തൈരൊന്നും പാടില്ല. മോര് ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ട് ചൂടാക്കി കൊടുക്കാം. അങ്ങനെ അപ്പൊ ആ സമയത്ത് ഫ്രൂട്ട്സോ ജ്യൂസോ ഐസ്ക്രീമോ കൂൾ ഡ്രിങ്ക്സ് ഇതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറയാം. വേണമെങ്കിൽ നേന്ത്രപ്പഴം വേവിച്ചു കൊടുക്കുകയും അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. ബാക്കി ചായയോ കാപ്പിയോ പാലോ അതൊക്കെ ആയിട്ട് കൊടുക്കാം. അങ്ങനെ പറയാം. കാരണം ഇതെന്തിനാ വെച്ചാൽ അത് പറയുന്നത്, ചിലപ്പോൾ ആ സമയത്ത് നമ്മളിപ്പോ ഒരു ചീര കഴിച്ചു, അല്ലെങ്കിൽ ഒരു മീൻ കഴിച്ചു, മുട്ട കഴിച്ചു, ചിലപ്പോൾ അത് ഇൻഡൈജഷൻ ആയിട്ട് വരാം. അപ്പൊ പിന്നെയും ആ കേസ് കൂടുകയേ ചെയ്യുള്ളൂ. അപ്പൊ നമ്മൾ ഈ മാനേജ്മെന്റ് പറയുമ്പോൾ ബോഡിക്ക് ഒന്ന് റെസ്റ്റ് ആയി ഒരു 2 ദിവസം കൊണ്ട് പെട്ടെന്ന് മാറുകയും ചെയ്യും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും പറയുന്നത്. അപ്പൊ എപ്പോഴും മാനേജ്മെന്റ് പറയുക, അല്ലാതെ നമുക്ക് മെഡിസിൻ മാത്രമാണ് എല്ലാം എന്നല്ല, മാനേജ്മെന്റും ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഇതാണ് സ്ട്രമോണിയം, ആബ്സിന്തിയും, ബെലഡോണയാണ് ക്ലിനിക്കിൽ നിന്ന് കൊടുക്കുക. പിന്നെ അല്ലാത്ത മെഡിസിൻ കൊടുത്തയക്കുക. എന്നിട്ട് ഇപ്പൊ ഈ റെക്കറന്റ് ആയിട്ട് ഫിറ്റ്സ് വരികയാണ് അല്ലെങ്കിൽ ഒരിക്കൽ കണ്ടാല് പിന്നെ ആ കുട്ടിക്ക് നമ്മൾ ലോങ് ടേം ആയിട്ട് കൊടുക്കേണ്ട മെഡിസിന്റെ പ്രിസ്ക്രിപ്ഷൻ ആണ് ഇപ്പൊ പറയുന്നത്. അങ്ങനെ കണ്ട കുട്ടിക്ക് പിന്നെ ബെലഡോണ 200 വീക്ക്ലി വൺസ് കൊടുക്കുക. ആഴ്ചയിൽ ഒരു ദിവസം, ഇന്നിപ്പോ ഒരു സൺഡേ ഒരു ഡോസ് ബെലഡോണ കൊടുത്താൽ അന്ന് വേറെ മെഡിസിൻ ഒന്നും വേണ്ട. എല്ലാ സൺഡേസും പിന്നെ ബെലഡോണ 200 മാത്രം കൊടുക്കുക. അല്ലാത്ത ദിവസങ്ങളിൽ ആബ്സിന്തിയം 30 കൊടുക്കുക. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് സൈലീഷ്യ 6x കൊടുക്കുക. അങ്ങനെ രണ്ടും ഒരു ടാബ്ലറ്റ് മതി, സൈലീഷ്യ 6x. അങ്ങനെ രണ്ടും 3 ടൈംസ് ഡെയിലി കൊടുക്കുക. ഇത് കുറച്ച് ലോങ് ടേം, ചിലപ്പോൾ 1 ഇയർ കഴിക്കേണ്ടി വരാം, ചിലപ്പോൾ 2 ഇയേഴ്സ് കഴിക്കേണ്ടി വരാം, കൊടുക്കാം. ആബ്സിന്റെ എന്താ വെച്ചാൽ ബ്രെയിൻ ടോണിക് ആണ്. ദാറ്റ് ഇസ് സെറിബ്രൽ ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ അത് മാറ്റും. അതാണ് സെറിബ്രൽ ഇറിറ്റേഷന് ഏറ്റവും ബെസ്റ്റ് മെഡിസിൻ ആണ് ആബ്സിന്തിയം എന്ന് പറയുന്നത്. അപ്പൊ അതാണ്. പിന്നെ സൈലീഷ്യ എല്ലാവർക്കും അറിയാം, എപ്പിലെപ്സിക്ക് വൺ ഓഫ് ദ, അല്ലെങ്കിൽ കൺവൽഷൻസ് അല്ലെങ്കിൽ സീഷേഴ്സിനൊക്കെ വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ആണ് സൈലീഷ്യ എന്ന് പറയുന്നത്. പിന്നെ ബെലഡോണ 200 എന്ന് പറയുമ്പോൾ ആ നെർവ് വീക്ക്നെസ് ഒക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബെലഡോണ കൊടുക്കുന്നത്. ഓക്കെ, ചില കേസസിൽ, വളരെ കുറച്ച് കേസസിലൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും വെച്ചാൽ സൈലീഷ്യ 6x ക്യാംഫർ 3x ഒഴിച്ച് മെഡിക്കേറ്റ് ചെയ്യും. ഒരു 15 ഗ്രാംസിൻ്റെയോ 20 ഗ്രാംസിൻ്റെയോ ഒരു കണ്ടെയ്നർ എടുക്കുക. എന്നിട്ട് ഒരു 10-50 ടാബ്ലറ്റ് സൈലീഷ്യ 6x ഇടുക. അതിലോട്ടൊരു 3 to 4 ഡ്രോപ്സ് ക്യാംഫർ 3x ഡ്രോപ്പ് ചെയ്തിട്ട് ഒന്ന് നല്ലോണം മെഡിക്കേറ്റ് ചെയ്യുക. എന്നിട്ട് അതിന് ഒരു ഗുളിക കഴിക്കാൻ വേണ്ടി പറയാം. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് ലോങ് ടേമിൽ ഒരു 1 or 2 ഇയേഴ്സ് കഴിച്ചു വരുമ്പോൾ ആ കുട്ടിക്ക് ഒരു നെർവ് പവർ ഒക്കെ കിട്ടി എല്ലാം ശരിയായിക്കോളും. പക്ഷെ ഈ മെഡിസിൻ കൊടുക്കുമ്പോൾ ഇതിന്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും അക്യൂട്ട് കംപ്ലൈൻറ്റ്സ് വരികയാണെങ്കിൽ പിന്നെ പേഷ്യന്റ് അടുത്ത് പറയണം. അപ്പൊ ഇത് സ്റ്റോപ്പ് ചെയ്യാം. ഇത് സ്റ്റോപ്പ് ചെയ്തിട്ട് ആ അക്യൂട്ട് കംപ്ലൈൻറ്റ്സിനുള്ള മെഡിസിൻ കഴിക്കുക. എന്നിട്ട് അത് മാറിയതിന് ശേഷം വീണ്ടും ഈ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ അക്യൂട്ട് ആയിട്ട് കംപ്ലൈൻറ്റ്സ് വരുമ്പോൾ ഇത് സ്റ്റോപ്പ് ചെയ്തിട്ട് അതിനുള്ളത് കഴിക്കുക, പിന്നെ അത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇതാണ് പ്രിസ്ക്രിപ്ഷൻ. റെക്കറന്റ് ആയിട്ട് വരുന്നവർക്ക് നമുക്ക് ലോങ് ടേമിന് കൊടുക്കാം. ഇതിപ്പോ ലോങ് ടേമിന് കൊടുത്തത് കൊണ്ട് ദോഷം വരും, പ്രൂവിങ് വരും, ഇതിൽ സൈഡ് എഫക്ട്സ് വരും, ഒന്നുമില്ല. ധൈര്യമായിട്ട് കൊടുക്കാം. കാരണം എത്രയോ പേർക്ക് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഇപ്പൊ ഒരു കേസ് പറയുമ്പോൾ ഒരു കുട്ടി, എനിക്ക് തോന്നുന്നു ഒരു 8 ഇയേഴ്സോ അങ്ങനെ എന്തോ ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. സ്കൂളിൽ അസംബ്ലിക്ക് നിൽക്കുമായിരുന്നു. ഇതൊക്കെ ഈ റീസെന്റ് ആയിട്ട് വന്ന ഒരു കേസ് ജസ്റ്റ് ഓർമ്മ വന്നപ്പോൾ പറയാണ്. ആ കുട്ടി അസംബ്ലിക്ക് നിന്നപ്പോൾ ഒന്ന് തലകറങ്ങി വീണു. അങ്ങനെ ഒരു 2 തവണ ആ കുട്ടി അങ്ങനെ തലകറങ്ങി വീണു, അസംബ്ലിക്ക് നിന്നപ്പോൾ വീണു. അപ്പൊ അവര് ഡോക്ടറിനെ പോയി കാണിച്ചു. നമ്മളുടെ അടുത്ത് തന്നെയാണ് ക്ലിനിക്കിന്റെ, പക്ഷെ എന്നാലും അവർ വേറെ ഡോക്ടേഴ്സിനെ പോയി കാണിച്ചു. അപ്പൊ അവര് എന്തൊക്കെയോ EG എടുത്തു, എന്തൊക്കെയോ ചെയ്തപ്പോൾ അവരെന്തോ ചെറിയ വേരിയേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പൊ അവര് വാൽപ്പാരിൻ തന്നെയാണ് കൊടുത്തത്. കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഒരു 2 മാസം കഴിഞ്ഞിട്ട് വന്നപ്പോൾ നമ്മള് സാറ് ചോദിച്ചു ഇതെന്തിനാ ഇത്രയും കഴിക്കണ്ട, കാരണം ആകെ ഒരു 2 തവണ ഉണ്ടായിട്ടുള്ളൂ, വലിയ ചേഞ്ചസ് ഒന്നും ഇല്ല ഈ EG-യിൽ.
അപ്പൊ അതുകൊണ്ട് വേണ്ട, സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് കൊടുത്തത് ആബ്സിന്റെയും സൈലീഷ്യയും മാത്രമാണ് കൊടുത്തത്. എനിക്ക് തോന്നുന്നു ആ കേസിൽ സൈലീഷ്യയിൽ ക്യാംഫറും കൂടെ മെഡിക്കേറ്റ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് വാൽപാരൻ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു സാറ്. എന്നിട്ട് ഇതാണ് കൊടുത്തത്. നമ്മളുടെ മെഡിസിൻ കഴിച്ചു തുടങ്ങിയപ്പോൾ ഒരു 1 or 2 ടൈംസ് വീണ്ടും ആ കുട്ടി അങ്ങനെ അസംബ്ലിയിൽ നിന്ന് മയങ്ങി വീണു. പക്ഷെ അതിനുശേഷം പിന്നെ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ ഒരു 1 year ആയി ആ കുട്ടി കഴിക്കാൻ തുടങ്ങിയിട്ട്. ഒരു 2 മാസം കഴിഞ്ഞു, ഒരു 4-5 മാസമായപ്പോൾ പിന്നെ ഒരു കംപ്ലൈൻസും ഇല്ല. പിന്നെ ഒരു 4 മാസം മുന്നേ ആയപ്പോൾ സാറ് പറഞ്ഞു നിർത്തിക്കോളൂ, ഇനി വേണ്ട പറഞ്ഞു. പക്ഷെ പാരന്റ്സിന് നിർത്താൻ ഒരു പേടി, ഇനി ഇത് നിർത്തിയാൽ വേറെ എന്തെങ്കിലും ആവുമോന്ന്. പക്ഷെ നമ്മളുടെ മെഡിസിൻ ആണ്, ഒരു കുഴപ്പമില്ല. അപ്പൊ അവരിപ്പോ 3 ടൈംസ് ഒന്നും കൊടുക്കുന്നില്ല, പക്ഷെ 2 ടൈംസ് അവരിപ്പോഴും ഡെയിലി കണ്ടിന്യൂ ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ അതാണ് ജസ്റ്റ് നമ്മൾ എല്ലാം പെട്ടെന്ന് അങ്ങനെ കൊടുക്കണം എന്നില്ല. പക്ഷെ കൊടുക്കേണ്ട കേസസ് വരുമ്പോൾ നമ്മൾ അലോപ്പതിക് മെഡിസിൻസ് കൊടുത്തേ പറ്റൂ. ഇത് വേറൊരു മെഡിസിൻ ആണ്, യൂക്കാലിപ്റ്റസ്. അതും ടെമ്പറേച്ചർ കുറയ്ക്കാൻ പാരസെറ്റമോളിന്റെ അതേ ആക്ഷൻ ആണ്. ആക്ച്വലി ഇത് നമ്മൾ യൂക്കാലിപ്റ്റസ് യൂസ് ചെയ്തിരുന്നു. പിന്നെ എറണാകുളത്ത് നിന്ന് സലീം കുമാർ ഡോക്ടറാണ് ഒരു തവണ ഇങ്ങനെ രാംസാറിനെ വിളിച്ച് പറഞ്ഞത്, സലീം കുമാർ ഡോക്ടർ എപ്പോഴും യൂക്കാലിപ്റ്റസ് കൊടുക്കും. ഇപ്പൊ ഏതൊരു ഫീവർ കേസ് വരുമ്പോഴും ഒരു ചൂടുവെള്ളത്തിൽ 2 സ്പൂൺ കുറച്ച് ചൂടുവെള്ളത്തിൽ യൂക്കാലിപ്റ്റസ് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കും. അപ്പൊ തന്നെ ടെമ്പറേച്ചർ കുറയും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മളും കൊടുക്കാൻ വേണ്ടി തുടങ്ങി. നല്ല റിസൾട്ടാണ് യൂക്കാലിപ്റ്റസ്. ഇതേ നമ്മളിപ്പോ പറഞ്ഞു, തുടക്കത്തിൽ പറഞ്ഞു സ്ട്രമോണിയം, സ്ട്രെപ്റ്റോകോക്സിൻ, അവയറ കൊടുക്കുന്ന അതേപോലെ നമുക്ക് വേണമെങ്കിൽ യൂക്കാലിപ്റ്റസും കൂടെ കൊടുക്കാം. വേണമെങ്കിൽ സ്ട്രമോണിയം, ട്യൂബർക്കുലം, അവയറും സ്ട്രെപ്റ്റോകോക്സിൻ കഴിഞ്ഞിട്ട് യൂക്കാലിപ്റ്റസ് കൂടെ കൊടുക്കാം. ഒരു 2 സ്പൂൺ വെള്ളം എടുക്കുക, ഒരു 3 ഡ്രോപ്സ് ഇട്ടിച്ചാൽ മതി യൂക്കാലിപ്റ്റസ്. വളരെ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ 2 ഡ്രോപ്സ് ആണെങ്കിലും മതി. വലിയവരൊക്കെ ആണെങ്കിൽ 5 ഡ്രോപ്സ് കൊടുക്കുക. കൊടുത്തിട്ട് അപ്പൊ തന്നെ ക്ലിനിക്കിൽ നിന്നും കൊടുത്തയക്കാം, അല്ലെങ്കിൽ അത് കുറച്ച് വീട്ടിലോട്ട് കൊടുത്തയക്കുക. എന്നിട്ട് ഒരു 10 ഡ്രോപ്സ് വെച്ചിട്ട് 4 നേരം കഴിക്കാൻ പറയാം യൂക്കാലിപ്റ്റസ്. ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ 3 to 5 ഡ്രോപ്സ് കഴിക്കാൻ വേണ്ടി പറയാം. അതാണ് യൂക്കാലിപ്റ്റസ് പറയുമ്പോൾ റിലാപ്സിങ് ഫീവേഴ്സ് ആണ്. പനി കുറയുന്നത് പോലെ തോന്നും, പക്ഷെ പിന്നെയും കൂടും. അതാണ് യൂക്കാലിപ്റ്റസിന്റെ ആക്ഷൻ എന്ന് പറയുന്നത്. റിലാപ്സിങ് ഫീവേഴ്സ്, പനി കുറയുന്നത് പോലെ തോന്നും, പക്ഷെ വീണ്ടും കൂടും. ഇനി അടുത്തത് ക്യാംഫറിന്റെ പോയിന്റ് ആണ്. ക്യാംഫർ എന്ന് പറയുമ്പോൾ വെരി ഗുഡ് ഫോർ ഓൾ കൈൻഡ് ഓഫ് ഫീവേഴ്സ് വിത്ത് ഐസി കോൾഡ്നെസ് ഓഫ് ഹോൾ ബോഡി. നമ്മളിപ്പോൾ ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് കഫ്, കോൾഡ് എന്നൊക്കെ പറയുമ്പോൾ സാർ ആദ്യം കൊടുക്കുക ക്യാംഫർ ആണ് കൊടുക്കുക. 6E അല്ലെങ്കിൽ 30th പൊട്ടൻസി ആണ് കൊടുക്കുക ഇനീഷ്യൽ സ്റ്റേജിൽ. അതും ക്യാംഫറിന്റെ ഫീവറിന് ഒരു പ്രത്യേകതയുണ്ട്. ബോറിക്കിൽ എഴുതിയിരിക്കുന്നത് പേഷ്യന്റ് ഡിസ്ലൈക്സ് കവറിംഗ് എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ ആക്ച്വലി എന്താ വെച്ചാല് പേഷ്യന്റ് ആദ്യം ഒന്ന് പുതയ്ക്കും, പിന്നെ ആ പുതപ്പ് മാറ്റും, പിന്നെ പുതയ്ക്കും, പുതപ്പ് മാറ്റും. ഇതാണ് ക്യാംഫർ പേഷ്യന്റ് ചെയ്യുക. കവേഴ്സ് ദെൻ അൺകവേഴ്സ്, കവേഴ്സ് ദെൻ അൺകവേഴ്സ്. അതാണ് ആദ്യം പുതയ്ക്കും, പിന്നെ പുതപ്പ് മാറ്റും, പുതയ്ക്കും, പുതപ്പ് മാറ്റും. അതാണ് ക്യാംഫറിന്റെ ഫീവറിന്റെ പ്രത്യേകത. നമ്മൾ ബോറിക്കിൽ നോക്കുമ്പോൾ പക്ഷെ ഡിസ്ലൈക്ക് കവറിങ് ആയിരിക്കും, പക്ഷെ ഇതാണ് ആക്ച്വൽ സിംറ്റം. പിന്നെ ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് കോൾഡ്, അതിന് വളരെ നല്ല മെഡിസിൻ ആണ് ക്യാംഫർ എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ക്യാംഫർ. ഇത് ആക്ച്വലി ഈ സിംറ്റം നമുക്ക് കിട്ടിയത് കവേഴ്സ് ആൻഡ് അൺകവേഴ്സ്, കവേഴ്സ് ആൻഡ് അൺകവേഴ്സ് കൊണ്ട് കിട്ടിയത് ഡോക്ടർ പ്രഫുൽ വിജയകർ സാറിന്റെ ബുക്കിൽ ഒരു തിയറി ഓഫ് അക്യൂട്ട്സ് പറഞ്ഞൊരു ബുക്ക് ഉണ്ട്. അപ്പൊ അതിലുള്ള പോയിന്റ് ആണ് ഇത്. പക്ഷെ അത് ശരിക്കും നല്ലൊരു പോയിന്റ് ആയിരുന്നു. അപ്പൊ അത് സാറ് എല്ലാവർക്കും കൊടുക്കാറുണ്ട്, ഞാനും ഒരുപാട് പേർക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ക്യാൻസറിന്. ഇനി ഇത് കുറച്ചൊരു ഫീഡ്ബാക്ക് കേസസ് ആണ്. നമുക്ക് റീസെന്റ് ആയിട്ട് വന്ന കുറച്ച് ഫീഡ്ബാക്ക് കേസസ് ആഡ് ചെയ്താണ്. സിവിയർ ക്രൈയിങ് വിത്ത് കോളിക് ആൻഡ് ഫീവർ 6 months ബേബി, ഒരു 6 മാസമായ കുട്ടിയാണ്. ആക്ച്വലി വേറൊരു പേഷ്യന്റ് ഉണ്ടായിരുന്നു ആ സമയത്ത് ക്ലിനിക്കിൽ. അപ്പൊ ഈ കുട്ടിനെയും കൊണ്ട് വരുമ്പോൾ വെയിറ്റിംഗ് റൂമിൽ ഇരിക്കുകയാണ്. കുട്ടി ഭയങ്കര കരച്ചില്. അപ്പൊ നമ്മൾ ഈ കരച്ചിൽ കേട്ടപ്പോൾ ആ കുട്ടിനെ ആദ്യം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. കുട്ടി ഇങ്ങനെ ഭയങ്കര 6 മാസേ ആയിട്ടുള്ളൂ, പക്ഷെ ഭയങ്കര ഉറക്ക കരയാണ്. ഒരു നെളിച്ചലും അങ്ങനെയൊക്കെ ആയിട്ട് കരയാണ്. അപ്പം സാറ് എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞില്ല. ഒരു ഡോസ് സ്ട്രമോണിയം ആണ് കൊടുത്തത്. ഇതേപോലെ 1 സ്പൂൺ വെള്ളത്തിൽ 1 ഡ്രോപ്പ് സ്ട്രമോണിയം 30 ഒറ്റിച്ചിട്ട് കൊടുത്തു. കൊടുത്തിട്ട് അപ്പുറത്ത് പോയി വെയിറ്റിംഗ് റൂമിൽ ഇരുന്നോളൂ എന്ന് പറഞ്ഞവർ ഇരിക്കുമ്പോഴേക്കും ആ കുട്ടിയുടെ കരച്ചിൽ നിന്നു. അതാണ് പെട്ടെന്ന് നിന്നു. പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് പൈറോജൻ 30 ഒരു ഡോസ് കൊടുത്തു. പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് കെമോമില്ല 30 ഒരു ഡോസ് കൊടുത്തു. ഇതെന്തിനാ സ്ട്രമോണിയം കൊടുത്തു വെച്ചാൽ പെട്ടെന്ന് ആ കുട്ടി അത്രയും കരയണ കണ്ടപ്പം ഇനിയിപ്പോ ഒന്ന് യൂറിൻ പാസ് ചെയ്യാൻ എന്തെങ്കിലും ഒന്ന് ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടാണോ കരയുന്നത്? കാരണം അത്രയും ഭയങ്കര നെളിഞ്ഞ് നമ്മളൊരു യൂറിൻ പോവാതെ നിൽക്കുമ്പോൾ ഒരു വേദനിച്ചിട്ട് കരയില്ലേ, അതുപോലെ ഒരു കരച്ചിലായിട്ടാ തോന്നിയത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ സ്ട്രമോണിയം കൊടുത്തത്. പക്ഷെ സ്ട്രമോണിയം കൊടുത്ത് അവർ ആ വെയിറ്റിംഗ് റൂമിൽ പോയി വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ കുട്ടിന്റെ യൂറിൻ കുറച്ച് പോവുകയും ചെയ്തു.
അപ്പൊ അതാണ് സ്ട്രമോണിയത്തിന്റെ ബോറിക്ക് വായിച്ചാൽ കിട്ടും. ബ്ലാഡർ ഫീൽസ് എംറ്റി എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടാവും യൂറിനറി സിംറ്റം സ്ട്രമോണിയത്തില്. ബ്ലാഡർ ഫീൽസ് എംറ്റി, അതായത് യൂറിൻ പോവില്ല. യൂറിൻ പോവാതിരിക്കുന്ന കേസസിന് ഇത് പനി എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ വേറെ ആരെങ്കിലും ആണെങ്കിലും ചിലപ്പം യൂറിൻ പോവാൻ ഭയങ്കര ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ യൂറിൻ പോവാതെ അവർ വേദനിച്ച് വെപ്രാളപ്പെടുമ്പോൾ സ്ട്രമോണിയം 30 ഒരൊറ്റ ഡോസ് വലിയവരൊക്കെ ആണെങ്കിൽ നാക്കിലൊന്ന് ഒറ്റിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഒരു സ്പൂൺ വെള്ളത്തിൽ കൊടുക്കുമ്പോൾ അപ്പം തന്നെ യൂറിൻ പോവാറുണ്ട്. അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ചിലപ്പോൾ ചില പേഷ്യൻസിന് പറയുമ്പോൾ ഒരു 15 മിനിറ്റ്സ് ഗ്യാപ്പിലോ അല്ലെങ്കിൽ അരമണിക്കൂർ ഇന്റർവെല്ലൊക്കെ റിപ്പീറ്റ് ചെയ്യും അവരുടെ പെയിന്റ് ഇന്റൻസിറ്റിക്ക് അനുസരിച്ചിട്ട്. അപ്പൊ ചിലപ്പോൾ 2-3 ഡോസ് കൊടുക്കുമ്പോഴേക്കും യൂറിൻ പോവും. ഒരു 60 വയസ്സായിട്ടുള്ള ഒരാൾ ക്ലിനിക്കിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ യൂറിൻ പോകുന്നില്ല ആൾക്ക്. ഒരു ദിവസം യൂറിൻ പോയിട്ട് ഭയങ്കര വേദന പറഞ്ഞിട്ടാണ് വന്നത്. അപ്പൊ നമ്മൾ സ്ട്രമോണിയം 30 ആണ് കൊടുത്തത്. ഒരു 10 മിനിറ്റ്സ് ഗ്യാപ്പിൽ കൊടുത്തു. അവർ ആക്ച്വലി ഒരു 15 കിലോമീറ്റേഴ്സ് അപ്പുറത്തുനിന്നാണ് വന്നത്, തമിഴ്നാട് ബോർഡർ ഏരിയ അവിടെ നിന്നാണ് വന്നത്. അപ്പോ കൊടുത്തു. വീട്ടിൽ പോണ വഴിക്ക് ആര് 2-3 തവണ കഴിച്ചു. പെട്ടെന്ന് കാറ് നിർത്തി ഇറങ്ങി. അയാള് പറഞ്ഞു ഒരു 2 ഡോസേ കഴിച്ചുള്ളൂ, ഒരുപാട് യൂറിൻ പോയി എന്ന് പറഞ്ഞു. അങ്ങനെയുണ്ട്. ബ്ലാഡർ ഫീൽസ് എംറ്റി എന്ന് പറഞ്ഞിട്ട് സ്ട്രമോണിയത്തിലുണ്ടാവും. ഇപ്പൊ ഈ സ്ട്രമോണിയത്തിന്റെ യൂറിൻ പറഞ്ഞപ്പോ ഓർമ്മ വന്ന വേറൊരു കേസ് പറയണം. നമ്മളുടെ അടുത്ത് എപ്പോഴും വരാറുള്ള ഒരു കുട്ടിയാണ്. ഒരു 5-6 വയസ്സായിട്ടേ ഉള്ളൂ. അപ്പൊ ആ കുട്ടിയുടെ അമ്മൂമ്മയാണ് കൊണ്ടുവരുന്നത് കുട്ടിനെ. അപ്പൊ ആ കുട്ടി ഇവിടെ വരുമ്പോ കരഞ്ഞിട്ടാ വരുന്നത്. കരഞ്ഞ് ഭയങ്കര വെപ്രാളത്തിലായിട്ട് വരികയാണ്. അതായത് ആ കുട്ടിക്ക് യൂറിൻ പോയിട്ടില്ല ഒരു ദിവസമായിട്ട്. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പൊ ഇനിയിപ്പോ അത് റെഫർ ചെയ്യണോ ഒന്നും അറിയില്ല. കാരണം റെഫർ ചെയ്യണം നമുക്ക് തോന്നിപ്പോയി, അത്രയും പേടിയായിട്ട്. കാരണം ആ കുട്ടി അത്രയും വെപ്രാളപ്പെടുത്ത് ഭയങ്കര ടോസിങ് എബൌട്ട് ആണ് ആ കുട്ടി. റെസ്റ്റ്ലെസ്നെസ് ആയിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെപ്രാളപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് നമ്മൾ കൊടുത്തത് അക്കോണൈറ്റ് ആണ് കൊടുത്തത്, അത് പിൽസ് ആണ് കൊടുത്തത്. അപ്പൊ അക്കോണൈറ്റ് ഒരു 5 ഗുളിക കൊടുത്തിട്ട് അവിടെ പോയി ഇരുന്നിട്ട് വെയിറ്റിംഗ് റൂമിൽ പോയി ഇരുന്ന് കൊടുത്തോളൂ പറഞ്ഞു. ആ കുട്ടി അക്കോണൈറ്റ് വായിലിട്ട ഉടനെ ആ യൂറിൻ അങ്ങനെ ഡാം തുറന്നു വിട്ട പോലെയാണ് ആ കുട്ടി യൂറിൻ പോയത്. ആ യൂറിൻ പോയതും ആ കുട്ടീന്റെ മുഖത്ത് ഭയങ്കര ഒരു സ്മൈലായിരുന്നു, ചിരിച്ച് എന്തോ ഭയങ്കര സന്തോഷമായ പോലെയായിരുന്നു. കാരണം അത്രയും വെപ്രാളപ്പെട്ടിട്ട് ആ കുട്ടി വന്നത്. അപ്പൊ അക്കോണൈറ്റിനും റിട്ടൻഷൻ ഓഫ് യൂറിൻ എന്ന് പറഞ്ഞിട്ട് ഒരു പോയിന്റ് ഉണ്ട്. സ്ട്രമോണിയത്തിന് ബ്ലാഡർ ഫീൽസ് എംറ്റി. പക്ഷെ ഇവിടെ കൊടുക്കാൻ കാരണം ആ കുട്ടിയുടെ കരച്ചിൽ കണ്ടപ്പം ആ യൂറിൻ പോവാതെ നിന്ന് കരയുന്നത് പോലെ തോന്നിയത് കൊണ്ടാണ് ഇവിടെ സ്ട്രമോണിയൻ കൊടുത്തത്. പിന്നെ പൈറജൻ എന്തെങ്കിലും ഇൻഫെക്ഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിലോ പറഞ്ഞിട്ടാണ് ഒന്ന് കൊടുത്തത്. പിന്നെ കെമോമിൽ അറിയാലോ പെയിന് വേണ്ടി കൊടുത്താണ്. ഇത് 3ഉം കൊടുത്തിട്ട് ആ കുട്ടിക്ക് കൊടുത്തു വിട്ടത് അക്കോണൈറ്റ് നാപ്പലസ് 3x ആണ് നമ്മൾ സാധാരണ ക്ലിനിക്കിൽ യൂസ് ചെയ്യാം. അപ്പൊ അക്കോണൈറ്റ് 3x കൊടുത്തു. പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് മാക്ഫോ 6x മെഡിക്കേറ്റഡ് വിത്ത് യൂപ്പറ്റോറിയം പെർഫോളിയേറ്റം മദർ ടിഞ്ചർ. അതെന്തിനാ വെച്ചാൽ ഇനി എന്തെങ്കിലും പെയിൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ യൂപ്പറ്റോറിയം കൊടുത്തത്. അതേപോലെ തന്നെ മാക്ഫോസ് കുറച്ച് 10-50 ടാബ്ലറ്റ് എടുത്തിട്ട് യൂപ്പറ്റോറിയം മെഡിക്കേറ്റ് ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ 2ഉം അവർലി, പക്ഷെ ഉറങ്ങുമ്പോ വേണ്ട, അത് കഴിക്കാൻ വേണ്ടി പറഞ്ഞു. അതൊരു കേസ്. ഇനി നെക്സ്റ്റ് കേസ് എന്ന് പറയുമ്പോൾ ഇതും ഒരു വൈകിട്ട് ഒരു 5:30 ആകുമ്പോൾ ഒരു കുട്ടി, ഒരു 6 വയസ്സായിട്ടുള്ള ഒരു കുട്ടി ക്ലിനിക്കിലേക്ക് വന്നു. വെയിറ്റിംഗ് റൂമിൽ ഇരിക്കുമ്പോഴേ ഭയങ്കര ഒച്ചത്തിൽ നിലവിളിച്ച് കരയാണ് ആ കുട്ടി. അപ്പൊ നമ്മൾ ഉള്ളിലോട്ട് വിളിച്ചപ്പോൾ ആ കുട്ടിക്ക് ഭയങ്കര വേദന. ഒരു ഇരിക്കാൻ പോലും ആ കുട്ടിക്ക് പറ്റുന്നില്ല. ഒരാളെ താങ്ങിയിട്ടാണ് ഇരിക്കണത്. സ്റ്റെത്ത് വെച്ച് നോക്കി അപ്പുറത്ത് ബെഞ്ചിൽ പോയി ആ കുട്ടി മിണ്ടാതെ കിടന്നു, കരഞ്ഞോണ്ടേയിരിക്കണം. അപ്പൊ എന്താ ചെയ്യണമെന്ന് അറിയാൻ നമ്മൾ ബെലഡോണ കൊടുത്തു, അക്കോണൈറ്റ് കൊടുത്തു. രണ്ടും പെയിനും നല്ലതാണല്ലോ. അപ്പൊ അങ്ങനെ നമ്മൾ ബെലഡോണ 3x ഒരു ഡോസും അക്കോണൈറ്റ് 3x ഒരു 5 മിനിറ്റ്സ് ഇന്റർവെല്ലിൽ കൊടുത്തു. പിന്നെ അത്രയും വേദന കാരണം ആ കുട്ടിക്ക് എല്ലാവരുടെയും വേദനയാന്നാ പറയുന്നത്. അപ്പൊ വേദന കാരണം കരയുന്നത് കൊണ്ട് നമ്മൾ കാക്ടസ് മദർ ടിഞ്ചർ കൊടുത്തു, കുറച്ച് കൊടുത്തു. എന്നിട്ട് 5 ഡ്രോപ്സ് 4 ടൈംസ് കഴിക്കാൻ പറഞ്ഞു. പിന്നെ മാക്ഫോസ് മെഡിക്കേറ്റഡ് വിത്ത് സെട്രോൺ മദർ ടിഞ്ചർ, അതും ഒരു ഗുളിക അവർലി കഴിക്കാൻ പറഞ്ഞു. ഇത് എന്തിനാ കൊടുത്തെന്ന് വെച്ചാല് കാക്ടസിന്റെ പോയിന്റ് വീപ്പിംഗ് ലൗഡ്ലി ഡ്യൂ ടു പെയിൻസ്. ഏത് പെയിൻ ആയിക്കോട്ടെ, പെയിന് കാരണം ഉറക്ക നിലവിളിച്ച് കരയുക കാക്ടസ് ആണ്. അതാണ് വീപ്പിംഗ് ലൗഡ്ലി ഡ്യൂ ടു പെയിൻസ്. പിന്നെ മാക്ഫോസും സെഡ്രോണും. മാക്ഫോസ് ഫീവറിനും നല്ലതാണ്. പിന്നെ സെഡ്രോൺ കൊടുക്കാൻ കാരണം ആ കുട്ടിക്ക് നല്ല തലവേദനയും പറയുന്നുണ്ടായിരുന്നു, ഭയങ്കര തലവേദന. അപ്പൊ അതുകൊണ്ടാണ് സെഡ്രോൺ കൊടുത്തത്. അൺബിയറബിൾ ഹെഡ് ഏക്ക്, ഐ പെയിൻസ്, ബോഡി പെയിൻസ്, അതിനാണ് മാക്ഫോസ് വിത്ത് സെഡ്രോൺ കൊടുത്തത്. നമ്മള് ആക്ച്വലി 15/8 കുട്ടി വന്നു, വൈകിട്ട് ഒരു 5:30 ആയപ്പം ഇത് കൊടുത്തു. എന്നിട്ട് 60, അപ്പൊ അടുത്ത ദിവസം രാവിലെ നമ്മൾ ആ കുട്ടിയുടെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു ഒന്ന് വന്ന് പറയണം, കുട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല വരാൻ വേണ്ടി പറഞ്ഞു. പക്ഷെ നെക്സ്റ്റ് ഡേ ഒരു 10:30 ആകുമ്പോൾ ആ കുട്ടിയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഭയങ്കര ചിരിച്ച് പനിയൊന്നുമില്ല, പെയിൻ ഒന്നുമില്ല, അങ്ങനെയായിട്ടാണ് വന്നത്. ഇപ്പോൾ കേസ് ടു കേസ് മാറും മരുന്ന്, എല്ലാത്തിനും ഒന്നല്ല. പക്ഷെ ഇതിപ്പോ ഈ അടുത്ത് വന്ന കുറച്ച് ഫീഡ്ബാക്ക് കേസസ് പറയാണ് ഇങ്ങനെയും കൊടുക്കാം, നമുക്ക് ഇങ്ങനെയും തിങ്ക് ചെയ്യാം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇതിന്റെ അത് പ്രീവിയസ് സ്ലൈഡ് ഒന്നിട്ടെ, ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരും. ആ ഓക്കെ.
ഇപ്പൊ ഒരു ഡിസ്മെനോറിയ കേസസിലാണെങ്കിൽ പോലും ഇപ്പൊ ആരെങ്കിലും പേഷ്യന്റ് ഇപ്പൊ ഭയങ്കര വേദനിച്ചിട്ട് ചിലവരിങ്ങനെ നിലവിളിച്ച് കരയും, അവർക്ക് പോലും നമുക്ക് കാക്ടസ് മദർ ടിഞ്ചർ ഒരു 10 ഡ്രോപ്സ് കൊടുക്കാം. ഒരു ഗ്ലാസ് ഇത്തിരി ഹോട്ട് വാട്ടറിൽ 10 ഡ്രോപ്സ് ഇട്ടിച്ചിട്ട് നമുക്കൊരു 2 hours ഗ്യാപ്പിൽ കഴിക്കാൻ വേണ്ടി കൊടുക്കാം. ഏത് പെയിൻസിനും വീപ്പിംഗ് ലൗലി ഡ്യൂ ടു പെയിൻസ് ആണെങ്കിൽ അത് കാക്ടസ് മദർ ടിഞ്ചർ എന്തായാലും അത് ആക്ട് ചെയ്യും. ഇനി നെക്സ്റ്റ് കേസ്, അതും വെരി ഹൈ ഫീവർ, റിഗേഴ്സ്, ഷിവറിങ്, മോർണിംഗ് പറഞ്ഞ ഇങ്ങനെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കുക ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കുക, ഇതാണ് മോർണിംഗ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് സിംറ്റം ആണ്, നമുക്ക് ആ കുട്ടീനെ കാണുമ്പോഴേ നമുക്ക് അത് അറിയാൻ വേണ്ടി പറ്റും. അപ്പൊ അതിന് നമ്മൾ ക്ലിനിക്കിൽ തന്നെ സ്ട്രെപ്റ്റോകോക്സിൻ 30 ഒരു ഡോസ് കൊടുത്തു. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ട്യൂബർക്കുലം അവെയർ ഒരു ഡോസ് കൊടുത്തു. പിന്നെ കൊടുത്തയച്ചത് അക്കോണൈറ്റ് ആണ്. ഏകദേശം അക്കോണൈറ്റിന്റെ സിംറ്റം എന്ന് പറയുമ്പോൾ സഡൻ ഫീവർ ആണ്, സഡൻ ഓൺസെറ്റ് ഓഫ് ഫീവർ ആണ് അക്കോണൈറ്റിന്റെ സിംറ്റം എന്ന് പറയുന്നത്. അപ്പൊ ആക്ച്വലി നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന കുറെ 90% കേസസിനും അക്കോണൈറ്റ് ആണ്. ഇപ്പൊ പാരന്റ്സ് പറയും രാവിലെ ഒരു കുഴപ്പമില്ലായിരുന്നു, സ്കൂളിൽ പോയി പെട്ടെന്ന് വിളിച്ചു പനി വന്നു എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒരു കുഴപ്പം, ഉറങ്ങുന്ന വരയ്ക്കും ഒരു കുഴപ്പമില്ല, ഉറങ്ങി എണീറ്റോടനെ പനി, അങ്ങനെ പെട്ടെന്ന് പനി വരിക, അതിന് അക്കോണൈറ്റ് ആണ് ബെസ്റ്റ് മെഡിസിൻ. ഏകദേശം ഒരു 90%ഉം അക്കോണൈറ്റ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. പലവരുടെയും മാറാം, പക്ഷെ ഇവിടുത്തെ കാര്യമാണ് പറയുന്നത്. അപ്പൊ അക്കോണൈറ്റ് 3x 30 എന്ത് വേണമെങ്കിൽ കൊടുക്കാം, നമ്മളിവിടെ 3x ആണ് യൂസ് ചെയ്യാം. അത് കൊടുത്ത് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് മാക്ഫോ 6x മെഡിക്കേറ്റഡ് വിത്ത് ജെൽസീമിയം 3x, കാരണം റിഗർ ഷിവറിങ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് നമ്മൾ ജെൽസീമിയം 3x എല്ലാം മെഡിക്കേറ്റ് ചെയ്തിട്ട് 2 hourly കൊടുത്തു. ഒരു 3 ദിവസം കഴിയുമ്പോൾ വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഫീവർ ഒന്നുമില്ല, ഭയങ്കര ആക്റ്റീവായിട്ടാണ് കുട്ടി വന്നത്. അപ്പൊ അതാണ് വേറൊരു കേസ്. ഇനി അടുത്തത് ജസ്റ്റ് കുറച്ച് നമ്മളിതിപ്പോ ഈ പ്രിസ്ക്രിപ്ഷൻസ് ഒക്കെ ഒരുപാട് തവണ, എത്രയെന്നില്ല അത്രയും ഞാനും കൊടുത്തിട്ടുണ്ട്, രാംസാറും കൊടുത്തിട്ടുണ്ട്, ഒരുപാട് കേസസിന് കൊടുത്ത പ്രിസ്ക്രിപ്ഷൻസ് ആണ് ഇനി വരുന്നത്. പനി പെട്ടെന്ന് വന്നു എന്ന് പറയും, ദാറ്റ് ഇസ് ഫീവർ ടോസിങ് അബൌട്ട്, ഹോട്ട് പാംസ് ആൻഡ് കോൾഡ് ഫീറ്റ്. പനി പെട്ടെന്ന് വന്നു പറഞ്ഞാൽ പിന്നെ അത് അക്കണൈറ്റ് ആണ് മെഡിസിൻ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു കുഴപ്പമില്ലാത്ത കുട്ടിയായിരുന്നു, കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പെട്ടെന്ന് കളിച്ചു കഴിഞ്ഞ് വരുമ്പോൾ പനി, അക്കോണൈറ്റ്. അങ്ങനെ പെട്ടെന്ന് പനി വരുന്നതൊക്കെ അക്കോണൈറ്റ് ആണ്. 3x 30 കൊടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് മാക്ഫോ 6x, 2 hourly കൊടുക്കാം. ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ മാക്ഫോ 6x ഒരു ടാബ്ലറ്റ് മതി. ഫെറംഫോ 6x നല്ലതാണ്. ഇനി വിത്ത് ഡയറിയ ഉണ്ടെങ്കിൽ മാക്ഫോസ് അല്ല കൊടുക്കുക, KP6x ആണ്. വിത്ത് ഫ്യൂ ഡ്രോപ്സ് ഓഫ് ക്യാംഫർ 3x ഇട്ടിച്ചിട്ട് അതിനൊരു ഗുളിക കഴിക്കാൻ വേണ്ടി പറയും. വിത്ത് ഡയറിയ ആണെങ്കിലാണ് ഇത് കൊടുക്കുക. ഡയറിയ ഒന്നുമില്ല, പെട്ടെന്ന് പനി വന്നു, സാധാരണ പനിയാണെങ്കിൽ അക്കോണൈറ്റും മാക്ഫോ 6x കൊടുക്കും. ഇനി ചിലപ്പോൾ ഇതിൽ കഫക്കെട്ട് ഉണ്ട് അല്ലെങ്കിൽ നല്ല ചുമയുണ്ട് എന്നൊക്കെ പറയുകയാണെങ്കിൽ ചിലപ്പോൾ മാക്ഫോസിൽ ക്യാംഫർ 3x മെഡിക്കേറ്റ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ അരേലിയ റെസിമോസ മദർ ടിഞ്ചർ മെഡിക്കേറ്റ്. ക്യാംഫർ 3x ഒക്കെ ആകുമ്പോൾ ഒരു 3 ഡ്രോപ്സ് ഒക്കെ മെഡിക്കേറ്റ് ചെയ്യുള്ളൂ, കൂടുതൽ ഒഴിക്കില്ല. പിന്നെ അരേലിയ റെസിമോസ മദർ ടിഞ്ചർ ചിലപ്പോൾ മെഡിക്കേറ്റ് ചെയ്യും, അതൊക്കെ ആകുമ്പോൾ ഒരു 8 to 10 ഡ്രോപ്സ് ഒക്കെ നമുക്ക് ഒഴിച്ച് മെഡിക്കേറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ ചിലപ്പോൾ നല്ല ഹൈ ഫീവർ ആണ്, പെട്ടെന്നാണ് പനി വന്നത് പക്ഷെ ഭയങ്കര ഹൈ ഫീവർ ആണെങ്കിൽ മാക്ഫോ 6xന്റെ കൂടെ യൂക്കാലിപ്റ്റസ് മദർ ടിഞ്ചർ നമ്മൾ മെഡിക്കേറ്റ് ചെയ്ത് കൊടുക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ 2 ദിവസമായി പനി തുടങ്ങിയിട്ട് എന്ന് പറയാൻ നമ്മൾ ചിലപ്പോൾ കാൽമിയ മദർ ടിഞ്ചർ മെഡിക്കേറ്റ് ചെയ്ത് കൊടുക്കും. ബോഡി പെയിൻസ് ഉണ്ടെങ്കിൽ യൂപ്പറ്റോറിയം പെർഫോളിയേറ്റം മദർ ടിഞ്ചർ മെഡിക്കേറ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനെയും ചെയ്യാം. ഒന്നുമില്ലെങ്കിൽ അക്കോണൈറ്റും മാക്ഫോസും കൊടുത്താലും മതി. ഓരോ കേസിനനുസരിച്ച് മാറും, അതാണ് പറഞ്ഞു വന്നത്. ഇപ്പൊ പനി പെട്ടെന്ന് വന്നു, ദാറ്റ് ഇസ് ഫീവർ വിത്ത് ടോസിങ് അബൌട്ട് ആണെങ്കിൽ അക്കോണൈറ്റും മാക്ഫോസും ആണ് മെഡിസിൻ. ഇനി അടുത്തത് പൊള്ളുന്ന പനി. പൊള്ളുന്ന പനി പറയുമ്പോൾ അതാണ് നമ്മൾ ഹോട്ട് അപ്പർ അബ്ഡമൻ എന്ന് പറഞ്ഞു. അതിന്റെ മെഡിസിൻ ബെലഡോണയാണ്. ബെലഡോണയും മാക്ഫോസും ആണ് കൊടുക്കുക, 2 hourly ടിൽ ബെറ്റർ. പിന്നെ അതേപോലെ നമ്മൾ ചില കേസിൽ നമ്മളിങ്ങനെ സ്റ്റെത്ത് വെച്ച് നോക്കുമ്പോൾ തന്നെ ബൗണ്ടിങ് ഹാർട്ട് ബീറ്റ് ആയിരിക്കും കിട്ടുക. അത് നമ്മൾ പൾസ് നോക്കുമ്പോൾ ബൗണ്ടിങ് പൾസ് ആയിരിക്കും. അതില് 3 മെഡിസിൻ ആണ് വരിക. ഒന്ന് അക്കോണൈറ്റ്, ഇത് അല്ല ബെലഡോണ വരും ബൗണ്ടിങ് പൾസിൽ, പിന്നെ സ്ട്രമോണിയം, പിന്നെ വെറാട്രം വിറിഡെ. അതാണ് 3 ബൗണ്ടിങ് പൾസിൽ വരിക. നമ്മളിങ്ങനെ സ്റ്റെത്ത് വെച്ച് നോക്കുമ്പോൾ ബും 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 എന്ന് പറഞ്ഞിട്ട് ഹാർട്ട് ബീറ്റ് വരുന്നുണ്ടാവും. അപ്പൊ അത് ബെലഡോണിയും മാക്ഫോസും ആണ് അതിന്റെ മെഡിസിൻ, പൊള്ളുന്ന പനി. നെക്സ്റ്റ് വരുന്നത് നമ്മൾ നേരത്തെ സ്ട്രമോണിയം, അതായത് ഹൈ ഫീവർ വിത്ത് ജെർക്സ്, പൊള്ളുന്ന പനി ഉള്ളപ്പോൾ ഞെട്ടുക, അതാണ് നമ്മൾ പറയുന്നത് ഫിറ്റ്സ് പോലെ ഞെട്ടൽ വരിക. സ്റ്റീമിങ് ഹോട്ട് അപ്പർ അബ്ഡമൻ, ലെസ് യൂറിൻ ഓർ സപ്രഷൻ ഓഫ് യൂറിൻ, ബ്ലാഡർ എംറ്റി മെൻഷൻ ബൈ ബോറിക്. അത് സ്ട്രമോണിയം മാക്ഫോസും ആണ് മെഡിസിൻ. ഭയങ്കര ബൗണ്ടിങ് പൾസും ഇതൊക്കെ ഉണ്ട്, നല്ല ടെമ്പറേച്ചർ വേണമെങ്കിൽ മാക്ഫോസിൽ അപ്പോൾ ബെലഡോണ 3x ബെലഡോണ മദർ ടിഞ്ചറോ എന്തെങ്കിലും മെഡിക്കേറ്റ് ചെയ്ത് കൊടുത്താലും
നല്ലതാണ്. അപ്പൊ അതാണ് സ്ട്രമോണിയം 30 പ്ലസ് മാക്ഫോസ് ആണ്. വേണമെങ്കിൽ മാക്ഫോസിൽ ബെലഡോണ മെഡിക്കേറ്റ് ചെയ്ത് കൊടുക്കുക, അവർലി കൊടുക്കുക. അതാണ് ഹൈ ഫീവർ വിത്ത് ജെർക്സ്, സ്റ്റീമിംഗ് ഹോട്ട് അപ്പർ അബ്ഡമൻ, ലെസ് യൂറിൻ ഓർ സപ്രഷൻ ഓഫ് യൂറിൻ, ബ്ലാഡർ എംറ്റി. ഇനി നെക്സ്റ്റ് പ്രിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഈവനിങ് റൈസ് ഓഫ് ടെമ്പറേച്ചർ ആണ് നെക്സ്റ്റ് പ്രിസ്ക്രിപ്ഷൻ. ഇപ്പൊ ചിലരൊന്ന് പറയും രാവിലെ ഒന്നും ഒരു കുഴപ്പമില്ല ഡോക്ടറെ, വൈകുന്നേരം ആകുമ്പോൾ പനി കൂടുകയാണ് പറയും. അപ്പൊ അതിന് വെറാട്രം വിറിഡയാണ് കൊടുക്കുക. 2x 3x അല്ലെങ്കിൽ 30 ആണെങ്കിൽ കൊടുക്കും. എന്നിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കാലി സൾഫ് 6x. രണ്ടും ഈവനിങ് റൈസ് ഓഫ് ടെമ്പറേച്ചർ ആണ്. വെറാട്രം വിറിഡയും കാലി സൾഫും ഈവനിങ് റൈസ് ഓഫ് ടെമ്പറേച്ചർ ആണ്. അവർലി കൊടുക്കുക. ഇപ്പൊ ഇതിന്റെ കൂടെ കഫക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കാലി സൾഫിൽ നമ്മൾ ക്യാംഫർ 3x, അരേലിയ റെസിമോസ, മദർ ടിഞ്ചറോ നമ്മൾ മെഡിക്കേറ്റ് ചെയ്യും. ഇപ്പോൾ ഈവനിങ് റൈസ് ഓഫ് ടെമ്പറേച്ചർ ആണ്, അതിന്റെ കൂടെ കഫക്കെട്ട് ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ സൂക്ഷിക്കണം. കാരണം അത് ചിലപ്പോൾ ന്യൂമോണിയയിലോട്ട് പോവാം. അപ്പൊ നമ്മൾ പേഷ്യന്റ് അടുത്ത് കുറച്ചൊന്ന് കെയർഫുൾ ആയിട്ട് ഇരിക്കാൻ പറയാം, കെയർലെസ് ആയിട്ട് വിടരുത് പറയാം. പിന്നെ കാലി സൾഫിന്റെ ഒരു ഇത് പറയുമ്പോൾ എന്താ വെച്ചാല് സ്മൈലിംഗ് ചിൽഡ്രൻ ആയിരിക്കും ഡെസ്പൈറ്റ് ഓഫ് എനി ഡിസീസ്. അത് കാലി സൾഫാണ്. ഇപ്പോൾ സാറ് പറയും സാറിന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ദിലീപ് കുമാർ എന്ന് പറഞ്ഞിട്ട് ചെറുത്തലി എന്നുള്ളൊരു ഡോക്ടറാണ്, ഡോക്ടറിന്റെ ഫേവറേറ്റ് റെമഡിയാണ് കാലി സൾഫ് എന്ന് പറയും. അതേപോലെ പ്രഫുൽ വിജയക ഡോക്ടർ ഉണ്ട്, ഡോക്ടറും ഇതേപോലെ തിയറി ഓഫ് അക്യൂട്ട്സിൽ പറഞ്ഞിട്ടുണ്ട് സ്മൈലിംഗ് ചിൽഡ്രൻ ഡെസ്പൈറ്റ് ഓഫ് എനി ഡിസീസ് എന്ന് പറയുമ്പോൾ കാർസിനോസിൻ, ഹയോസയാമസ്, കാലി സൾഫർ, സൈലീഷ്യ ഇതൊക്കെയാണ് മെഡിസിൻസ് ആയിട്ട് വരിക. നെക്സ്റ്റ് സ്മൈലിംഗ് ആൻഡ് ചിയർഫുൾ ആൻഡ് പ്ലേഫുൾ ചൈൽഡ് വിൽ ഗിവ്സ് us എ ലവ്ലി സ്മൈൽ. കുട്ടിക്ക് നല്ല പനിയായിരിക്കും, പക്ഷെ കുട്ടി ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. അതാണത്. ഇപ്പൊ ഒരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു, ഒരു 4-5 വയസ്സായുള്ള കുട്ടിയാണ്. 10 ദിവസമായി പനി തുടങ്ങിയിട്ട്. അവര് ഒരുപാട് മെഡിസിൻസ് കൊടുത്തു, പല സിസ്റ്റത്തിലും കാണിച്ച് മെഡിസിൻസ് കൊടുത്തു. പാരന്റ്സ് വറീഡാണ്, പക്ഷെ കുട്ടി ഇങ്ങനെ കളിക്കുകയാണ്, നടക്കുക, കളിക്കുക, ചിരിക്കുക എല്ലാം ചെയ്യാം. അപ്പൊ അതെന്താ വെച്ചാൽ ഹയോസയാമസ് ആണ് അവിടെ മെഡിസിൻ വരിക. അപ്പൊ ആ കുട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നത് ഹയോസയാമസ് മദർ ടിഞ്ചറും പിന്നെ ഹയോസയാമസ് 30യും കാലി സൾഫിൽ കാൽമിയ മെഡിക്കേറ്റ് ചെയ്ത് കൊടുത്തു. കാരണം എന്ന് വെച്ചാൽ പ്രൊട്രാക്റ്റഡ് ഫീവർ ആണ്, അതുകൊണ്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് ഹയോസയാമസ് പറയുമ്പോൾ ഇതാണ് കുട്ടി ചിരിക്കും, ഒരു ബ്യൂട്ടിഫുൾ സ്മൈൽ തരും ഇൻസ്പൈർട്ട് ഓഫ് എനി ഡിസീസ്. അപ്പൊ ഇതിങ്ങനെ ഇതിൽ സൈലീഷ്യ എപ്പോഴാണ് കൊടുക്കുക വെച്ചാൽ പഫ്ഡ് ഫേസ് ആണെങ്കിൽ, ഫേസ് ഭയങ്കര പഫ്ഡ് ആണെങ്കിൽ നമ്മൾ കാലി സൾഫിന് പകരം സൈലീഷ്യ കൊടുക്കും, അല്ലെങ്കിൽ ഹയോസും കാലി സൾഫും കൊടുക്കും. ഇപ്പൊ രാം സാറ് പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ നമുക്ക് കുറെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചിലതൊക്കെ നമുക്ക് അൺബിലീവബിൾ ആയിരിക്കും, നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കേസ് ആയിരിക്കും. അങ്ങനത്തെ ഒരു കേസ് സാറ് പറയും സാറിന്റെ എക്സ്പീരിയൻസിൽ. ഒരു ഇപ്പോഴല്ല, ഒരു 15 ഇയേഴ്സ് ബാക്ക്, ഒരു 15-20 വർഷം മുന്നേ ഒരു വൈകുന്നേരം സമയമായപ്പോൾ ഒരു പാരന്റ്സ് ഒരു ചെറിയ കുട്ടീനെയും കൊണ്ട് വന്നു. ഒരു 6-7 മാസമായിട്ടുള്ള കുട്ടിയാണ്. ക്ലിനിക്കിലേക്ക് വന്നു. അപ്പൊ ക്ലിനിക്കിലേക്ക് വരുമ്പോൾ ആ കുട്ടിക്ക് ഒരു റിയാക്ഷനും ഇല്ല, ഓൾമോസ്റ്റ് ഡെഡ് പോലെയായിരുന്നു. അപ്പോഴാണ് അവർ പറഞ്ഞത് കോയമ്പത്തൂർ കുട്ടിക്ക് പനി വന്നു, പിന്നെ ആ കുട്ടിന്റെ പ്രൈവറ്റ് പാർട്സ് എന്ന പസ് വന്നുകൊണ്ടിരിക്കുകയാണ്, പസ്സും ബ്ലീഡിങ്ങും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കുട്ടി കോയമ്പത്തൂർ പോയി, അവിടെ ഒരു ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് ആയിരുന്നു. അവിടെ നിന്ന് അവർ ഇനി പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പാലക്കാട് വന്നു. അവിടെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അവിടുത്തെ ഏതൊരു സ്റ്റാഫാണ് പറഞ്ഞത് ഇവിടെ ഒന്ന് കൊണ്ടുവന്ന് നോക്കൂ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞത്. അപ്പൊ അങ്ങനെയാണ് കൊണ്ടുവന്നത്. പക്ഷെ ഈ കുട്ടിനെ കണ്ട ഉടനെ സാർ ആദ്യം പാരന്റ്സിന് ചീത്ത പറഞ്ഞു. എന്തിനാ കൊണ്ടുവന്നത് ഈ കുട്ടിനെ, ഇത്രയും ഇതുള്ള കുട്ടിനെ ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞു കൊണ്ട് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവരുവാണോ, അത് അവിടെ തന്നെ പോയി ട്രീറ്റ്മെന്റ് ചെയ്യൂ കൊണ്ട് ചീത്ത പറഞ്ഞു. അപ്പൊ ആ കുട്ടിന്റെ പാരന്റ്സ് കരഞ്ഞു പറഞ്ഞു, ഡോക്ടർ ഞങ്ങൾക്ക് ഇനി വയ്യ, കാരണം കുട്ടിനെ ഇനി കുത്താൻ ഒരു സ്ഥലത്തും ബാക്കിയില്ല, എല്ലാവരുടെയും കുത്തി, ഇനി വയ്യ, ഇനി ഞങ്ങൾക്ക് കുട്ടി ഇല്ലെങ്കിലും കുഴപ്പമില്ല, കുട്ടി മരിച്ചാലും ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല ഡോക്ടറെ, ഡോക്ടർ എന്തെങ്കിലും കൊടുത്തോളൂ എന്ന് പറയും. അപ്പൊ സാർ തന്നെ ഒരു മിനിറ്റ് ഷോക്കായി അവർ പറയണ കേട്ടപ്പോ. പിന്നെ സാറ് എന്താ ചെയ്യാന്ന് കുറെ ആലോചിച്ചു. പിന്നെ ആ കുട്ടിനെ നോക്കി, ഇവിടെയൊക്കെ ഇങ്ങനെ ബ്രെയിൻ റിയാക്ഷൻ ഉണ്ടോ എന്നൊക്കെ പണ്ട് ഇവിടെ കൈയൊക്കെ വെച്ച് നോക്കി, പലതും ചെയ്തു, ഒന്നും കിട്ടിയില്ല. എന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ കുട്ടിന്റെ ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ കുറച്ച് തട്ടിയപ്പോ കുട്ടി ഇങ്ങനെ കണ്ണു തുറന്നിട്ട് ഒരു ബ്യൂട്ടിഫുൾ സ്മൈൽ ആയിരുന്നു സാർ എപ്പോഴും പറയും. മീൻസ് അത്രയും കുട്ടിക്ക് ഇങ്ങനെ പസ് വന്നുകൊണ്ടിരിക്കുകയാണ്, പനിയാണ്, പിന്നെ ശരീരം മുഴുവനും ഈ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇഞ്ചക്ഷൻ ഇട്ടതിന്റെയും അതിന്റെയും അവശിഷ്ടങ്ങളാണ് ഉള്ളത്. 7 മാസം ആയിട്ടേ ഉള്ളൂ. പക്ഷെ അത്രയും ഇതിലെ പോലും ആ കുട്ടി ചിരിച്ചപ്പം സാറ് പറയും എടുത്തിട്ട് ഉമ്മ വെക്കാൻ വേണ്ടി തോന്നി, അത്രയും ബ്യൂട്ടിഫുൾ സ്മൈൽ ആയിരുന്നു എന്ന്. അപ്പൊ അത് കണ്ടപ്പോ അപ്പൊ തന്നെ കാർസിനോസിൻ 30 ആണ് ക്ലിനിക്കിൽ ഉണ്ടായിരുന്നത്, അതൊരു ഡോസ് കൊടുത്തു. എന്നിട്ട് അവർക്ക് ഹയോസയാമസ് 30യും കാലിഫോ 6x ആണ് കൊടുത്തയച്ചത്. 1 അവർലി കൊടുക്കാൻ വേണ്ടി പറഞ്ഞു കുട്ടിയുടെ അടുത്ത്. അപ്പൊ സാറ് പറഞ്ഞു എന്താണെങ്കിലും ഒന്ന് ഇന്ന് രാത്രി ഒരു 10 മണിയാകുമ്പോൾ വിളിച്ചു പറയൂ, നാളെ രാവിലെയും പറയൂ, എന്താണെങ്കിലും പറയൂ എന്ന് പറഞ്ഞിട്ട് അയച്ചു. അപ്പൊ സാർ എന്തായാലും വിചാരിച്ചു ഓക്കെ വീടെത്തുമ്പോഴേക്കും ഈ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കുകയായിരിക്കും, കാരണം അത്രയും ഹോസ്പിറ്റൽസിൽ നിന്ന് വന്നതാണ്,
അപ്പോൾ അവരൊന്നും റിജക്ട് ചെയ്ത് വിട്ടതാണ്, ഒന്നും സംഭവിക്കില്ല. 10 മണിയാകുമ്പോൾ കറക്റ്റ് ഈ കുട്ടിയുടെ അച്ഛൻ വിളിക്കുകയും ചെയ്തു. അപ്പൊ സാറ് വിചാരിച്ചു ഓക്കെ മരിച്ചു എന്ന് പറയാൻ വേണ്ടി വിളിക്കുകയിരിക്കുന്ന. പക്ഷെ ആ കുട്ടിന്റെ അച്ഛൻ പറഞ്ഞു ഒരു 2 ഡോസ് കൊടുത്തു, അപ്പോഴേക്കും ആ പസ് വരുന്നത് സ്റ്റോപ്പായി, ഇപ്പൊ പസ് ഒന്നുമില്ല, കുട്ടി കണ്ണു തുറക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ സാറ് പറഞ്ഞു നെക്സ്റ്റ് ഡേ ഒന്ന് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. അവര് കൊണ്ടുവന്നു. അപ്പൊ കുട്ടി അതേ നല്ലോണം കുറച്ചും കൂടെ ചിരിക്കുന്നുണ്ട്, പസ്സൊന്നുമില്ല, പിന്നെ ഇതേ മെഡിസിൻ തന്നെയാ കണ്ടിന്യൂ ചെയ്ത് പറഞ്ഞു. അപ്പൊ സാർ ഇപ്പോഴും പറയും ഒരിക്കലും മറക്കാൻ പറ്റാത്ത കേസാണ്, കാരണം കുട്ടി ഇല്ല മരിച്ചു എന്ന് പറഞ്ഞു വിട്ടതാണ്. പക്ഷെ നമ്മളുടെ മെഡിസിൻസ് കൊടുത്തിട്ട് ആ കുട്ടി ലൈഫിലോട്ട് തിരിച്ചു വരികയാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് എപ്പോഴും സ്മൈലിംഗ് ഇൻസ്പൈർട്ട് ഓഫ് എനി ഡിസീസ് എന്ന് പറയുമ്പോൾ കാർസിനോസിൻ, ഹയോസയാമസ്, കാലിസൾഫ്, സൈലീഷ്യ 6X ഇതാണ്. സൈലീഷ്യക്ക് പഫ്ഡ് ഫേസ് ആയിരിക്കും. ഇതും പ്രഫുൽ വിജയകർ ഡോക്ടറുടെ തിയറി ഓഫ് അക്യൂട്ട്സ് എന്നാണ് ഇത് കിട്ടിയത്. അപ്പൊ രാം സാർ എല്ലാ ബുക്സും വായിക്കും. അങ്ങനെ പെട്ടെന്ന് ഈ കുട്ടിയുടെ ഇത് കണ്ടപ്പോ ഈ സിംറ്റം ഓർത്തിട്ട് അങ്ങനെ കൊടുത്തതാണെന്ന് പറയും. നെക്സ്റ്റ് ഫീവർ ആഫ്റ്റർ എനി വാക്സിനേഷൻ. ഇപ്പൊ കുട്ടികൾ ആരെങ്കിലും വന്നിട്ട് പറയും ഇന്നലെ ഞങ്ങൾ വാക്സിൻ എടുത്തു, അപ്പൊ ഇന്ന് പനി വന്നു എന്ന് പറയും. അപ്പൊ അവർക്ക് കൊടുക്കുന്നതാണ് തൂജ 30 കൊടുക്കുക, 10 മിനിറ്റ് കഴിഞ്ഞിട്ട് സൈലീഷ്യ 6X ഒരു ടാബ്ലറ്റ് ആണെങ്കിലും മതി. ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ രണ്ടും അവർലി ടിൽ ബെറ്റർ കൊടുക്കുക. ഫീവർ ആഫ്റ്റർ എനി വാക്സിനേഷൻ തൂജ ആൻഡ് സൈലീഷ്യ 6X. നെക്സ്റ്റ് ഫീവർ ആഫ്റ്റർ ടോൺഷ്യറിങ് ഹെഡ്. മൊട്ടയടിച്ചതിന് ശേഷം നമ്മൾ ഒബ്സർവേഷൻ എപ്പോഴും ഒരു പേഷ്യന്റ് വരുമ്പോൾ നമുക്ക് ഒബ്സർവേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയും. ഇപ്പൊ നമുക്ക് ഒബ്സർവേഷനിലൂടെ കിട്ടുന്നത് മെഡിസിൻ നമ്മൾ അത് സിമിലിമം ആയിരിക്കും എന്ന് സാർ എപ്പോഴും പറയും. നമ്മൾ ചിലപ്പോൾ ഓക്കെ ടോൺഷ്യറിങ് ഹെഡ്, ഒരു കുട്ടി വരികയാണ് തല മൊട്ടയടിച്ചിട്ടാണ് വരുന്നത്. അപ്പൊ എപ്പോഴാ മൊട്ടയടിച്ച് ചോദിക്കുമ്പോൾ ഇന്നലെ ആയിരുന്നു, മിലിങ്ങാന്നായിരുന്നു, അതിനുശേഷം പനി വന്നതെന്ന് പറയും. അപ്പൊ ബെലഡോണ കൊടുക്കുക. ചിലപ്പോൾ പിന്നെ ആ കുട്ടിന്റെ എല്ലാ സിംറ്റംസും നമ്മൾ വായിച്ചു നോക്കുമ്പോൾ അത് ഫുൾ ബെലഡോണി ആയിരിക്കും. അല്ലെങ്കിൽ ഈവനിങ് റൈസ് ഓഫ് ടെമ്പറേച്ചർ, ഓക്കെ വെറാട്രം വെറിഡേ പറഞ്ഞിട്ട് കൊടുത്തു. ബാക്കി എല്ലാ സിംറ്റംസും നോക്കുമ്പോൾ അത് വെറാട്രം വെറിഡയാണ്. അപ്പൊ ചില കുട്ടികൾ വരുമ്പോൾ ഭയങ്കര ചുണ്ട് ഭയങ്കര റെഡ് കളർ ആയിരിക്കും, റെഡ് ലിപ്സ് ആയിരിക്കും. അപ്പൊ അത് റെഡ് ലിപ്സ് എന്ന് പറയുമ്പോൾ സൾഫറും ആലോസും ആണ്. ഇപ്പൊ സൾഫർ അങ്ങനെ കൊടുക്കില്ല, ആലോസ് ആണ് കൂടുതൽ കൊടുക്കുക. പക്ഷെ നമ്മൾ അത് പിന്നീട് ആ കുട്ടിന്റെ ഹിസ്റ്ററി ഫുള്ളും എടുക്കുമ്പോൾ ഫുൾ ആലോസിന്റെ സിംറ്റംസ് ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ ഒരു കേസ് വന്നിട്ടുണ്ട്. ഒരു കുട്ടി അവര് വളരെ ദൂരം നിന്ന് വന്നതാണ്. കുട്ടീനെ കൊണ്ടുവരുമ്പോഴേ ചുണ്ട് ഭയങ്കര റെഡ് കളർ ആയിരുന്നു, ചെറിയ റെഡ് എന്നൊക്കെ പറയും, പ്ലമ്മിന്റെ പോലത്തെ ചുണ്ടായിരുന്നു ആ കുട്ടിക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ അപ്പോഴേ മനസ്സിൽ ആലോചിച്ച് വന്നു. പിന്നെ ചോദിച്ചപ്പോ ആ കുട്ടിക്ക് ഭയങ്കര ഡയറിയാണ്, ഒരുപാട് ദിവസമായി തുടങ്ങിയിട്ട് ഡയറിയ നിൽക്കുന്നേ ഇല്ല. അപ്പം കുട്ടിക്ക് കൊടുത്തത് ആലോസ് ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്, കാരണം റെഡ് ലിപ്സ്. അങ്ങനെ ഒബ്സർവേഷനിലൂടെ കിട്ടുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് സാർ എപ്പോഴും പറയാറുണ്ട്. പിന്നെ നെക്സ്റ്റ് ഫീവർ വിത്ത് വോമിറ്റിംഗ്. പനിയും ഛർദിയും അത്രേ ഉള്ളൂ. പനിയും ഛർദിയും എന്ന് പറയുമ്പോൾ യൂപ്പിറ്റോറിയം പെർഫോളിയേറ്റം 30 കൊടുക്കുക, ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നാട്രമ്യൂർ 6X രണ്ടും അവർലി കൊടുക്കുക. അതാണ് ഫീവർ വിത്ത് വോമിറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ഫീവർ, വോമിറ്റിംഗ്, ഡയറിയ, വെരി ഹൈ. നമ്മളിപ്പോ പുറത്ത് കല്യാണത്തിന് പോയി ഭക്ഷണം കഴിച്ചു, അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചു, എന്നിട്ട് ഛർദി, ഡയറിയ അതൊക്കെ വന്നു, ഫുഡ് പോയ്സണിങ് ആയിരിക്കാം എന്ന് പറയുമ്പോൾ കൊടുക്കുന്നതാണ് പൈറോജനും സൈലീഷ്യയും. പൈറോജൻ കൊടുക്കുക, 10 മിനിറ്റ് കഴിഞ്ഞിട്ട് സൈലീഷ്യ. ക്യാംഫർ വേണമെങ്കിൽ ഡ്രോപ്പ് ചെയ്യാം, ഡ്രോപ്പ് ചെയ്യാതിരിക്കാം. ഇനി ഡയറി ഉണ്ടെങ്കിൽ ചിലപ്പോൾ സൈലീഷ്യക്ക് പകരം കൊടുക്കുക കാലിഫോസ് ആയിരിക്കും കൊടുക്കുക. കാലിഫോസ് വിത്ത് ക്യാംഫർ ആണ് കൊടുക്കുക. അപ്പൊ പൈറോജനും കാലിഫോസ് വിത്ത് ക്യാംഫറും അവർലി കൊടുക്കുക. പിന്നെ ഡയറ്റ് ആണ് ഇമ്പോർട്ടന്റ്. ഡയറി ഉണ്ടെങ്കിൽ മിൽക്കും മിൽക്ക് പ്രൊഡക്ട്സും പാടില്ല എന്ന് തീരെ പറയാം. ചായ പോലും ബ്ലാക്ക് ടീ കുടിക്കാൻ പാടുള്ളൂ, അത് പറയാ. പിന്നെ കഞ്ഞി, മോര് കാച്ചിയ ചോറ്, ഇഡ്ലി, ആപ്പം ഇതൊക്കെ കഴിക്കാം. അങ്ങനെ പിന്നെ എയറോ റൂട്ട് ബിസ്ക്കറ്റ് കഴിക്കാൻ വേണ്ടി പറയാം. പിന്നെ ജവ്വരി സാഗോ എന്ന് പറഞ്ഞിട്ട് കിട്ടും, അതുകൊണ്ട് നമുക്ക് കഞ്ഞി വെച്ച് കൊടുക്കാം. ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ സാഗോ കൊണ്ട് കൂള് കുറുക്കി കൊടുക്കാം. അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി പറയാം. പിന്നെ ബാസിലസ് ഗാർട്ട്നർ ആണ്, അത് ഒരു റെഫറൻസിന് വേണ്ടി എഴുതിയതാണ്. നമ്മളിപ്പോ ഷിഗല്ല പോലത്തെ ഡിസീസ് ആണെങ്കിലും, അതായത് ഇപ്പൊ ഷവർമ കഴിച്ചു പോയ്സണിങ് വന്നു, ഇല്ലെങ്കിൽ കുഴിമന്തി കഴിച്ചു പോയ്സണിങ് വന്നു എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന മെഡിസിൻ ആണ് ബാസിലസ് ഗാർട്ട്നർ 12C ആണ് നമ്മൾ കൊടുക്കുക. അത് ചിലപ്പോൾ ക്ലിനിക്കിൽ തന്നെ ഒരു ഡ്രോപ്പ് കൊടുക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ബാസിലസ് ഗാർട്ട്നറും പൈറോജനും ആയിരിക്കും കൊടുത്തു വിടുക. അല്ലെങ്കിൽ ഡയറി ഉണ്ടെങ്കിൽ ചിലപ്പോൾ ബാസിലസ് ഗാർട്ട്നറും കാലിഫോസ് വിത്ത് ക്യാംഫറും ആയിരിക്കും കൊടുത്തു വിടുക. ലൈക്ക് വെരി ഹൈ പോയ്സണിങ് അടക്കം നല്ല റിസൾട്ട് ആണ് ബാസിലസ് ഗാർട്ട്നറിന് കിട്ടുക. ഇനി പൈറോജൻ കൊടുത്തിട്ട് ഇംപ്രൂവ്മെന്റ് ഇല്ലെങ്കിൽ പിന്നെ ആർസാൽബാണ് പിന്നെ കൊടുക്കുക. ആർസാൽബും പിന്നെ സൈലീഷ്യോ അല്ലെങ്കിൽ കാലിഫോസ് വിത്ത് ക്യാംഫറോ അത് കൊടുക്കും. നെക്സ്റ്റ് ആർസാൽബാണ്. ഫീവർ വിത്ത് ഒഫൻസീവ് സ്റ്റൂൾ, സിപ്പ് വാട്ടർ ഫ്രീക്വന്റ്ലി, ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണം. അതൊക്കെ നമുക്ക് പേഷ്യന്റ് അടുത്ത് നിന്ന് കിട്ടുന്ന പോയിന്റ്സ് ആണ്. ഇങ്ങനത്തെ പോയിന്റ് കിട്ടുകയാണെങ്കിൽ പിന്നെ നമുക്ക് വേറെ കൂടുതൽ ചോദിക്കേണ്ട കാര്യമില്ല, അവിടെ ആർസാൽബാണ് മെഡിസിൻ. ഓക്കെ, അപ്പോൾ അത്
പിന്നെ അടുത്തത് പൈറജന്റെ കൂടെ ഒന്നുകൂടെ പറയാം. ഫീവർ വിത്ത് ടെനസ്മസ് ഓർ പെയിൻ ഡ്യൂറിങ് യൂറിനേഷൻ. ഫീവർ, നമ്മൾ യൂറിനറി ഇൻഫെക്ഷൻ ഒക്കെ വരുന്ന കേസസിൽ ഫീവർ വിത്ത് പെയിൻ ഡ്യൂറിങ്, ഇപ്പൊ ചില കുട്ടികൾ, ചെറിയ കുട്ടികളൊക്കെ ആയിരിക്കും, വരുമ്പോഴേ മുഖം ഭയങ്കര ഇരുണ്ടിട്ടായിരിക്കും, അതായത് കാർമേഘം വന്ന് മൂടിയ പോലത്തെ മുഖമായിരിക്കും. നമുക്ക് ആ ചെറിയ കുട്ടികളിൽ നിന്നും ഒരിക്കലും പോലും നമുക്ക് യൂറിൻ പിടിച്ചിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് വരുമോ, നമുക്ക് അവർക്ക് ബുദ്ധിമുട്ടാണ്. കാരണം കുട്ടി മൂത്രം ഒഴിക്കുന്നതും വെയിറ്റ് ചെയ്തിരിക്കണം, അത് പിടിച്ചു കൊണ്ടുപോയി കൊടുക്കുക. അപ്പൊ സാറ് അറിയാം, ഓക്കെ ഇതെന്തായാലും യൂറിനറി ഇൻഫെക്ഷൻ ആണ് എന്നറിയാം. അപ്പൊ നമ്മൾ പൈറജനും സൈലീഷ്യാണ് അവർക്ക് കൊടുക്കുക. പിന്നെ അത്രയും സിവിയർ ആയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സൈലീഷ്യയിൽ സ്ട്രെപ്റ്റോകോക്സിൻ കൂടെ മെഡിക്കേറ്റ് ചെയ്തിട്ട് കൊടുക്കാറുണ്ട്. അങ്ങനെ ഇപ്പൊ ചില കുട്ടികളൊക്കെ വന്ന് പറയും പനിയും കുളിരും, പനിയും വിറയലും വരികയാണെങ്കിൽ അത് ചിലപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ തന്നെയായിരിക്കും കൂടുതലും, മിക്കവാറും അത് യൂറിനറി ഇൻഫെക്ഷൻ തന്നെയായിരിക്കും ടെസ്റ്റ് ചെയ്യുമ്പോൾ വരിക. അപ്പൊ അങ്ങനെയുള്ളവർക്കും പൈറജനും സൈലീഷ്യയാണ് കൊടുക്കുക, വിത്ത് സ്ട്രെപ്റ്റോകോക്സിനും കൂടെ വേണമെങ്കിൽ കൊടുക്കാം. ഇനി റിപ്പൽസീവ് ഓർ പഞ്ചന്റ് യൂറിൻ, സഹിക്കാൻ പറ്റാത്ത നാറ്റം, ബാത്റൂം മുഴുവൻ നാറുകയാണെങ്കിൽ അത് ബെൻസോയിക് ആസിഡ് ആണ്. അപ്പൊ ബെൻസോയിക് ആസിഡ് 30യും കാൽക്കേരിയ ഫ്ലൂർ 6x ആണ് കൊടുക്കുക. അത് വേണമെങ്കിൽ കാൽക്കേരിയ ഫ്ലൂർ 6xൽ സ്ട്രെപ്റ്റോകോക്സിൻ മെഡിക്കേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. അതാണ് ബെൻസോയിക് ആസിഡ് പറയുമ്പോൾ സഹിക്കാൻ, റിപ്പൽസീവ് പഞ്ചന്റ് യൂറിൻ ആണ്, ദേഹം മുഴുവൻ തണുപ്പ്, തണുത്ത വിയർപ്പ്, അത് ബെൻസോയിക് ആസിഡിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് സിംറ്റം കൂടിയാണത്. ഇതൊന്നുകൂടെ പറഞ്ഞിട്ട് നിർത്താമെന്ന് തോന്നുന്നു ഇന്നത്തത്. സിവിയർ ക്രൈയിങ് വിത്ത് ഇയർ പെയിൻസ് ഓർ അതർ പെയിൻസ്. ഇപ്പൊ ചില കുട്ടികളുണ്ട് ഭയങ്കര ചെവി വേദനയാണെന്ന് പറഞ്ഞിട്ട് വരും. അപ്പൊ അവർക്ക് ഓറമെറ്റ് 30 കൊടുക്കുക, 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കെമോമില്ല 30 അവർലി കൊടുക്കാൻ വേണ്ടി പറയാം. അതല്ലാന്നുണ്ടെങ്കിൽ കെമോമില്ല 30 കൊടുക്കുക, പിന്നെ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് മാക്ഫോ 6x മെഡിക്കേറ്റഡ് വിത്ത് ബെലഡോണ മദർ ടിഞ്ചർ, അത് രണ്ടും അവർലി കൊടുക്കുക. കെമോമില്ല പിന്നെ എല്ലാവർക്കും അറിയാം പെയിന് നല്ലതാണ്, ഫീവറിന് നല്ലതാണ്, ഫീവർ വിത്ത് ടെറിബിൾ ക്രൈയിങ് അൺകൺട്രോളബിൾ ചൈൽഡ്. ഓറമെറ്റ് എന്ന് പറയുമ്പോൾ സ്ക്രീമിംഗ് വിത്ത് ഇയർ പെയിൻസ്, വിത്ത് ഓർ വിത്തൗട്ട് ഫീവർ, അതിനാണ് സ്ക്രീമിംഗ് വിത്ത് ഇയർ പെയിൻസിന് ഓറമെറ്റ് നല്ലതാണ്. ഈവൻ പനി ഇല്ലെങ്കിലും ഒരു വലിയ ആളാണ് വരുന്നതെങ്കിൽ, അഡൽട്ട് ആണെങ്കിലും നമുക്ക് ഈ ചെവി വേദന കാരണം സ്ക്രീമിംഗ്, നല്ല അത്രയും വേദന നമുക്ക് ഓറമെറ്റ് കൊടുക്കാം, അതിലെന്തായാലും റിസൾട്ട് കിട്ടും. മാഡം സമയമായോ? ഇല്ല, ഇനി നമുക്ക് 6 മിനിറ്റ് കൂടെ ഉണ്ട്. 6 മിനിറ്റ്. ധനേഷ് ഡോക്ടറെ, നമുക്ക് സലീം കുമാർ ഡോക്ടർക്ക് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡോക്ടർ കൊണ്ടുവന്ന് ഇത് സ്ലൈഡ് പറയാൻ ഉദ്ദേശിച്ചെല്ലാം പറഞ്ഞോ? അല്ല, ഇനിയും ഉണ്ട്, കഴിഞ്ഞിട്ടില്ല. നമുക്ക് ഇനി രണ്ടാമത് അതൊരു കാര്യം ചെയ്യാം, നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ വിശദമായിട്ട് ചുരുക്കണ്ട, കാരണം ധൃതി പിടിച്ച് പറയണ്ട. നമുക്ക് ഇനിയും എന്തെങ്കിലുമൊക്കെ ഡോക്ടർക്ക് ഇനിയും പറയാൻ കാണും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉൾപ്പെടുത്താം. ഇന്നിനി നമുക്ക് ഏകദേശം നിർത്താം, സമയം പെട്ടെന്ന് അങ്ങ് പോകും. അപ്പൊ സലീം കുമാർ ഡോക്ടർക്ക് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ ആരെങ്കിലും ചോദ്യോത്തരം ഉണ്ടെങ്കിൽ ചോദ്യത്തിന് അതിന് സലീം കുമാർ ഡോക്ടർക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് ഡോക്ടറുടെ സംശയങ്ങളോ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളിലേക്കോ തിരിച്ചു വരും. ഭദ്രൻ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. സലീം കുമാർ ഡോക്ടർ ഉണ്ടെങ്കിൽ ഒന്ന് റെഡി ആവണേ. നേരത്തെ ഇത്ര നേരം ഉണ്ടായിരുന്നു, ഇപ്പൊ കാണുന്നില്ല. ഡോക്ടർ സ്ക്രീൻ ഷെയറിംഗ് ഒന്ന് നിർത്താമോ? ഭദ്രൻ ഡോക്ടർ അപ്പോഴേക്കും ചോദിച്ചോളൂ. സലീം കുമാർ ഡോക്ടർ ഉണ്ട്, എന്നാലും ഭദ്രൻ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്ത സ്ഥിതിക്ക് നമുക്ക് അതുകൂടെ കഴിഞ്ഞിട്ട് സലീം കുമാർ ഡോക്ടറിലേക്ക് പോകാം. ഭദ്രൻ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കും. അൺമ്യൂട്ട് ചെയ്യണേ, അൺമ്യൂട്ട് ചെയ്തേ. ഓക്കെ. ഡോക്ടർ ശ്രീലേഖയുടെ ക്ലാസ് ഇൻഫോർമേറ്റീവ് ആണ്, കൊള്ളായിരുന്നു, എന്തൂസിയാസ്റ്റിക് ക്ലാസ് ആയിരുന്നു. പക്ഷെ എനിക്ക് ഇതിൽ യോജിക്കാൻ സാധിക്കാത്ത പലപ്പോഴും ഈ ബയോകെമിക്കിൻ്റെ കൂടെ ക്യാൻഫർ 3x മെഡിക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നു. അത് നമ്മുടെ പ്രിൻസിപ്പിൾസിൽ ഉള്ളതല്ലോ. മെഡിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് BT-യിൽ ചെയ്യാമല്ലോ. ഈ ബയോകെമിക്കൽ എന്തിനാണ് ചെയ്യുന്നത്? എനിക്ക് അതൊന്നും എഗ്രി ചെയ്യാൻ പറ്റുന്നില്ല. അത് ആദ്യം തന്നെ മാഡം ശ്രീലേഖ ഡോക്ടർ പറഞ്ഞിരുന്നു. കാരണം അതെ, അവിടെ ഈ രാമകൃഷ്ണൻ ഡോക്ടർ കൊടുക്കുന്ന ആ മെത്തഡോളജി ഈ പറയുന്നതേ ഉള്ളു. നമ്മള് ശാസ്ത്രീയമോ അശാസ്ത്രീയമോ എന്നുള്ള രീതിയിലോട്ട് ചർച്ചകൾ കൊണ്ടുപോകാതിരിക്കുകയാണ്. ഞാൻ പകുതി കേൾക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാ സാർ ആദ്യം കേൾക്കാതിരുന്നത്. ഒത്തിരി നല്ല കാര്യങ്ങളാണ് പറഞ്ഞത്. ഡോക്ടറുടെ രീതികള് അവര് അതെന്തുകൊണ്ടാണ് രീതി പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ നമുക്ക്. പിന്നെ അത് മാത്രമല്ല, എന്തുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നതിന്റെ റീസൺസും ആദ്യം പറഞ്ഞിരുന്നു ഓരോ കേസിലും. അപ്പൊ അതുകൊണ്ട് സാറ് നാളെ ഈ വീഡിയോ ആദ്യം മുതൽ ഒന്ന് കേൾക്കുക സാർ. ശരി.
അല്ലെ അതിന് ഇനി പ്രത്യേകിച്ച് എന്തെങ്കിലും ഈ ബയോകെമിക്കൽ ഇനി എന്തെങ്കിലും ചൂട് കുറെ ഇത് കൂടെ ആവുമ്പോൾ അങ്ങനെയില്ല. നമുക്ക് ബയോകെമിക് ഇപ്പൊ മാക്ഫോസ് ആണെങ്കിലും ഫെറംഫോസ് ആണെങ്കിലും എല്ലാം നമുക്ക് നല്ലതാണ്. അപ്പൊ അത് കൊടുക്കുക. പിന്നെ അതിന്റെ കൂടെ നമുക്കിപ്പോ ഒരുപാട് മെഡിസിൻസ് നമ്മളിപ്പോ ഒരു ഫീവർ എന്ന് പറഞ്ഞിട്ട് വന്നു. ഇപ്പൊ ഇവിടെ പറയുമ്പോ വില്ലേജ് ആണ്. അപ്പൊ നമുക്ക് എല്ലാ മെഡിസിൻസും കൊടുത്തിട്ട് ഒരുപാട് പേഷ്യന്റ് അടുത്ത് എന്താ പറയാ അധികം നമുക്ക് പൈസ വാങ്ങിക്കാനോ ചാർജ് ചെയ്യാനോ നമുക്കൊന്നും പറ്റില്ല. അപ്പൊ നമ്മൾ ആ ബയോകെമിക്കൽ ഒന്ന് മെഡിക്കേറ്റ് ചെയ്ത് കൊടുക്കണമെന്നേ ഉള്ളൂ. വളരെ പാവപ്പെട്ട ആൾക്കാരാണ്. അപ്പൊ നമ്മൾ അവർക്ക് കുറച്ച് കൊടുക്കുക അതാണ് നേരത്തെ ഉദ്ദേശിക്കുന്നത്. ഉള്ള ഏതൊക്കെ ഭദ്ര സാറിന്റെ ക്ലാസ്സുകളിൽ അല്ല ഭദ്ര ഫെറോഫോസിലൊക്കെ സാർ മെഡിസിൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നതിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ ഉള്ള ക്ലാസ്സിൽ. ഭദ്ര സാറിന്റെ സംശയം എനിക്കും ഉണ്ടായിരുന്നു. ഞാൻ രാമകൃഷ്ണ സാറിനെ പരിചയപ്പെടുകയും അദ്ദേഹത്തിന്റെ പിന്നാലെ പോയി തുടങ്ങിയപ്പോഴത്തേക്കാണ് എന്റെ ക്ലിനിക്കിലെ ക്യാംഫർ ടിഞ്ചറും 3X ഒക്കെ ഞാൻ തൊടാൻ തുടങ്ങിയത് തന്നെ. ഇല്ല, ഞാൻ ക്യാൻസർ ടിഞ്ചർ ഉപയോഗിക്കാറുണ്ട്. റിസൾട്ട് അത് പ്രത്യേക അത്ഭുതകരമാണ്. ഷുഗറിൽ ചേർത്താണ് കൊടുക്കാറുള്ളത്. ക്യാൻസർ ടിഞ്ചർ റിസൾട്ട് കൊടുക്കേണ്ടി വരുന്ന ഡയറിയ കേസിന് കൊടുത്തു കഴിഞ്ഞാൽ വോമിറ്റിങ്ങിന് കൊടുത്തു കഴിഞ്ഞാൽ ഷുഗറായിട്ട് കുറഞ്ഞിരിക്കുക ഷുഗറിൽ ചേർത്താണ് കൊടുക്കുന്നത്. ഇങ്ങനെ കൊടുക്കാറില്ലെന്നുള്ള മാത്രമേ ഉള്ളൂ. ഓക്കെ ഇല്ല ഇല്ല ഓക്കെ ഭദ്രൻ ഡോക്ടറെ. നല്ല അപ്പൊ റിസൾട്ട് ഉണ്ട്. അപ്പൊ സലീംകുമാർ ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത് അത് നമുക്ക് അതിലേക്ക് എനിക്ക് പോകാം. പ്രത്യേകിച്ച് ശൈല ഡോക്ടർ എല്ലാ ദിവസവും പറയുന്ന കാര്യം എന്റെ ഞാനായിട്ട് പറയാമെന്ന് വിചാരിച്ചാണ്. നമ്മള് IFPHന്റെ അടുത്തൊരു ഘട്ടമാണ് നമ്മൾ 5ാം വാർഷികം ആഘോഷിക്കുന്നത്. 2000 ആണ്ട് 2000 ദിവസത്തെ ഇതിലേക്ക് നമ്മൾ എത്തുന്നു എന്നുള്ളതും അതോടൊപ്പം തന്നെ നമ്മൾ 5 വർഷം പൂർത്തിയാക്കുന്നു എന്നുള്ളതും ഒരുമിച്ച് വരികയാണ്. അപ്പൊ അതിലേക്ക് എല്ലാവരും ക്ഷണിക്കുക എന്നതിനൊപ്പം തന്നെ നമ്മള് ഞാൻ ഇന്ന് ചില കാര്യങ്ങൾ എന്റെ മനസ്സിൽ കടന്നുപോയതാണ്. ഇന്ന് ഞാൻ രാവിലെ 9:30 ഇറങ്ങിയിട്ട് ഞാൻ തിരിച്ച് ക്ലിനിക്കിൽ കയറിയത് 6 മണിയായപ്പോഴാണ്. ഈ സമയം മുഴുവൻ ഞാൻ ഓട്ടത്തിലായിരുന്നു. ഞാൻ ചെയ്ത ഇതിനെക്കുറിച്ച് പറയല്ല. അപ്പൊ ഞാൻ വെറുതെ ഇരുന്ന് ചില കാര്യങ്ങൾ ഈ വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോൾ പല ചിന്തകളും കടന്നു പോകും. അപ്പൊ ഇപ്പൊ തിരിച്ചെടുക്കുക. എന്നിട്ട് അപ്പൊ ഈ കാരണം ഞങ്ങള് വേറൊരു സംഘടനയില് നല്ല സ്ഥാനത്തിരിക്കുകയും അതിനുവേണ്ടി സെമിനാറോ അതൊക്കെ നടത്താൻ വേണ്ടിയിട്ട് രാപ്പകലൊക്കെ ഓടി നടന്നിട്ടുണ്ട്. പക്ഷെ അന്നൊക്കെ 1-2 പേര് മുമ്പിലും പുറകിലും ബൈക്കിലിരിക്കാനും കാറിലിരിക്കാനും ഒക്കെ ഉണ്ടാവും. അപ്പൊ അതൊരു ത്രില്ലായിരുന്നു. ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ് ഓടുന്നത്. പക്ഷെ ഒറ്റയ്ക്കാണ് ഓടുമ്പോൾ ഒറ്റയ്ക്കാണല്ലോ ഞാൻ എന്നുള്ള ചിന്തയോ വേറെ ആരും എന്നെ സഹായിക്കണം എന്നുള്ള നൈരാശ്യം അങ്ങനെ ഒന്നുമില്ല. എനിക്ക് ഭയങ്കര ആവശ്യം. അപ്പൊ ഇതൊക്കെ ഞങ്ങൾക്ക് വരുന്ന എങ്ങനെ ഇപ്പൊ ധനീഷ് ഡോക്ടർ എന്നെ പോലെ തന്നെ അതുപോലെ സംഘടന വർക്ക് ചെയ്തിരുന്ന ആളാണ്. അദ്ദേഹം ഒറ്റയ്ക്ക് തന്നെ പലതും ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നു. അദ്ദേഹം കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് മാത്രമാണ് നമുക്ക് കഷ്ടപ്പെടാൻ തോന്നുന്നത്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ IFPHന് മാത്രമുള്ള ഒരു പ്രത്യേകത എന്താണ്? നല്ല മനസ്സോടുകൂടി ഒരു നല്ലൊരു കോസിന് വേണ്ടി ഒത്തൊരുമിച്ചിരിക്കുന്ന കുറെ നല്ല മനുഷ്യരുടെ ഒരു കൂട്ടായ്മയാണ് ഈ IFPH. IFPHൽ മാത്രമേ നമുക്ക് അത് അങ്ങനെ കാണാൻ പറ്റുള്ളൂ. ഇതിൽ സ്ഥാനമാനങ്ങളൊന്നും കിട്ടാനില്ലാത്തത് കൊണ്ട് തന്നെ സ്ഥാനമോഹികൾ ആരും തന്നെ ഇവിടെ ഇല്ല. അപ്പൊ അതിനുവേണ്ടി പ്രവർത്തിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു സന്തോഷം, ഒരു ഡെഡിക്കേഷൻ ഇത് വേറെ ഒന്നും നമുക്ക് തോന്നൂല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതില് ഇപ്പൊ ഞാൻ ചിന്തിക്കുമ്പോൾ ഇതിൽ വരുന്നവര്, ഇതിൽ വരാൻ ഭാഗ്യമുണ്ടായവര്, നിങ്ങൾക്ക് ഈ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നവര് ഒരുപാട് പേര് ഇതൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഡോക്ടർമാരിൽ തന്നെ ഒരുപാട് പേർക്ക് ഈ സംഘടനകളിലെ ഉപരോധം കാരണം അറിയപ്പെടാതെ പോകുന്നുണ്ട്. എന്നാലും ഇത്രയും പേരെങ്കിലും ഇതിൽ വരുന്നവരൊക്കെ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. അങ്ങനെയുള്ള ഒരു സംഘടന അതിന്റെ വാർഷികം ആഘോഷിക്കുമ്പോൾ എല്ലാവർക്കും വരാൻ പറ്റണമെന്നില്ല. നമ്മൾ പറയുന്ന ചാർജ് എല്ലാവർക്കും കൊടുക്കാൻ പറ്റണമെന്നില്ലെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഇത് ഇനിയും നിലനിൽക്കണം, അല്ല നിലനിന്ന് പോകേണ്ടതാണ്, അല്ലെങ്കിൽ അതിനോടൊരു നന്ദിപൂർവമായ ഒരു ചിന്തയുണ്ടെങ്കിൽ നിങ്ങൾ എത്ര ചെറുതാണെങ്കിലും അത് നിങ്ങളൊരു തുകയെങ്കിലും ഇതിന് കൊടുക്കണം. വേറൊന്നും കൊണ്ടല്ല. പലപ്പോഴും ഈ പ്രസ്ഥാനം ഇതിന്റെ വാർഷികാഘോഷങ്ങളൊക്കെ നടത്തുമ്പോൾ വലിയൊരു കടത്തിലാണ് അവസാനിക്കുന്നത്. പക്ഷെ ആ കടം ആർക്കും പ്രശ്നമാവാത്തത് അപ്പോഴും ഈ സന്മനസ്സുള്ള ആളുകൾ സ്വന്തം പോക്കറ്റിൽ നിന്ന് വീണ്ടും പൈസ ഇറക്കി ആ കടം തീർക്കുന്നതാണ്. ഇപ്രാവശ്യവും ഒരുപക്ഷെ നഷ്ടത്തിൽ തന്നെ കലാശിക്കാം. അപ്പോഴും ആളുകളുണ്ട്. അപ്പൊ എങ്കിലും അങ്ങനെയുള്ള ആളുകളുടെ പോക്കറ്റിന്റെ നഷ്ടം നമ്മളായിട്ട് കഴിയാവുന്ന കുറച്ചു കൊടുക്കുക എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും മനസ്സ് തുറന്ന് നിങ്ങളുടെ കയ്യിലുള്ള പോക്കറ്റ് അനുവദിക്കുന്ന മനസ്സനുവദിക്കുന്ന തുക എത്ര ചെറുതാണെങ്കിലും ഇതിനു വേണ്ടി കൊടുക്കണം. വരാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ പണമെങ്കിലും അവിടെ എത്തണം. ഒരിക്കൽ കൂടി എല്ലാവരോടും IFPHന് വേണ്ടിയിട്ട് നിങ്ങളെ കഴിയുന്നതും അണ്ണാറക്കണ്ണൻ എന്ന് പറഞ്ഞ പോലെ എങ്കിലും ചെയ്യാൻ മറക്കരുത്. എന്നാലേ നമ്മളുടെ ഇത് ഇനിയും മുന്നോട്ട് പടികൾ കയറി മുന്നോട്ട് വരുള്ളൂ. ഈ സെമിനാർ തന്നെ ഹോമിയോപ്പതിയുടെ തന്നെ കേരളത്തിലെ ഹോമിയോപ്പതി തന്നെ വലിയൊരു ഇതായിട്ട് മാറും എന്നുള്ള ഉറപ്പാണ്. കാര്യം അതിന്റെ പരിപാടികൾ അങ്ങനെ ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതൊന്ന് കഴിഞ്ഞോട്ടെ, അപ്പൊ അറിയാം. എല്ലാവരും ഒരിക്കൽ കൂടി
നിങ്ങൾ സെമിനാറിൽ കഴിയാവുന്ന പങ്കെടുക്കുക. പങ്കെടുക്കാൻ പറ്റാത്തവർ ശാരീരികമായ പ്രസൻസ് ഇല്ലെങ്കിലും സാമ്പത്തികമായ പ്രസൻസ് ഉണ്ടെങ്കിലും ഇതിനെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഞാൻ ഇതിന്റെ കമ്മിറ്റി ചെയർമാൻ, ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നുള്ള നിലയിൽ സ്പെഷ്യൽ ആയിട്ട് ഞാൻ നിങ്ങളെല്ലാവരെയും ഇവിടെ റിക്വസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, നന്ദി സലീംകുമാർ ഡോക്ടറെ. നമ്മുടെ എറണാകുളത്ത് നടക്കുന്ന പ്രോഗ്രാം കമ്മിറ്റി എന്റെ പേര് എപ്പോഴും മെൻഷൻ ചെയ്ത് പോണ കേട്ടവർ തോന്നി, അതിന് നന്ദി. സലീംകുമാർ ഡോക്ടറുടെ വക ഒരു സംഭാവനയും കൂടെ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് അതെ. യൂക്കാലിപ്റ്റസ് മദർ ടിഞ്ചർ. അത് ആക്ച്വലി സലീംകുമാർ ഡോക്ടർ കൊടുക്കും എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മളും കൂടുതൽ അത് കൊടുക്കാൻ വേണ്ടി തുടങ്ങിയത് ഫീവറിന്. ഓക്കെ, അപ്പോ നമ്മുടെ എറണാകുളത്തെ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാനാണ് ഡോക്ടർ സലീംകുമാർ. അപ്പൊ ഡോക്ടർ പറഞ്ഞത് എല്ലാരും കേട്ട് കാണുമെന്ന് വിചാരിക്കും. ഓക്കെ, ദേവൻ ഡോക്ടർ പോയോ? സമയമില്ലാത്തതുകൊണ്ടായിരിക്കും. ശ്രീലേഖയ്ക്ക് സന്തോഷിക്കാം. ഇന്ന് ശ്രീലേഖയുടെ ക്ലാസ് ആയിട്ട് 62 പേരാ. കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ ശ്രീലേഖ ഇവിടെ ഗോളടിച്ചു കഴിഞ്ഞു. ഗോളടിച്ചിരിക്കുകയാണ്. ആണോ? ഇപ്പൊ ഇത്തിരൂടെ സീനിയർ ആയിട്ടുള്ളവര് വന്നപ്പോ പോലും ഇത്രയും ഇല്ല, 50 മുകളിലോട്ട് കുറച്ചാണ്ട് പോകണ്ടായിരുന്നില്ല. അപ്പൊ ഓക്കെ, അപ്പൊ ജയലളിത ഡോക്ടറെ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ ചുരുക്കി ഒന്ന് പറയുകയും നന്ദി പറയുകയും ചെയ്ത് നമുക്ക് ഇന്നത്തെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാം. എന്തായാലും വളരെ ഇത്രയും